ലിറ്റ്മസ് എന്ന സുമ്മാവ എന്നതാണ് നമ്മളിന്ന് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചുകൊണ്ടും ഇന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നത്. എല്ലാ തവണത്തെയും പോലെ നമ്മൾ സാധാരണ ഓരോ വർഷവും സ്വതന്ത്ര ഇന്ത്യയുടെ ഇടയിൽ വലിയ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു അവസരമാണ് ഈ ലിറ്റ്മസ് എന്ന് പറയുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വർഷത്തെ ലിറ്റ്മസ് അതിപ്പോൾ ഓരോ വർഷം എവിടെ ആയിരിക്കും എന്നുള്ളത് അന്വേഷിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഓരോ സ്ഥലം, അതായത് കോഴിക്കോട്, തിരുവനന്തപുരം, അതുപോലെ കൊച്ചി, അങ്ങനെ മാറി മാറി അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ കോഴിക്കോടാണ്, അപ്പോൾ ഇത്തവണ അത് കൊച്ചിയിലായിരിക്കും, അടുത്ത തവണ തിരുവനന്തപുരത്തായിരിക്കും. അങ്ങനെ പാറ്റേൺ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് എന്നാണ് എന്നുള്ളത് മാത്രമാണ് ഇന്നിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചിന്തയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കോവിഡ് വന്ന് ഒരു വർഷം നടക്കാതെ പോയി. ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്തവണയും ലിറ്റ്മസ് വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വരുന്ന ഒക്ടോബർ 19-നാണ് ലിറ്റ്മസ് അരങ്ങേറുന്നത്. കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് ചില വിശേഷങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ ലിറ്റ്മസ് നടത്തുന്നത് ആര് എന്നതാണല്ലോ ഇവിടുത്തെ ഒരു ചോദ്യം. എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നൊരു സംഘടന. ആ സംഘടനയെക്കുറിച്ച് ഇന്ന് അധികം അറിയാത്ത ആളുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോളം ഇങ്ങോളം എസൻസിനെ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഗ്ലോബൽ എന്നുള്ള ആ വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഒരു ആഗോളതലത്തിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സിസ്റ്റൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് അതിനും കൂടിയുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ഇതൊരു വലിയൊരു മാതൃകയായിട്ട് മാറുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു എസൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് നടത്തുന്ന ഈ ഒരു ലിറ്റ്മസിനെ കുറിച്ചുള്ള അറിയിപ്പ് നമുക്കിങ്ങനെ ലഭിക്കുമ്പോൾ നമ്മളത് നമ്മളുടെ സർക്കിൾസിൽ നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഈ അടുത്ത ദിവസം AAI എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, ഏത്തീസ്റ്റ് അലയൻസ് ഇൻ്റർനാഷണൽ, അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പിൽ, നമ്മളുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാനിത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ ഇത് എവിടെയാണ് എന്താണെന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉത്തരം കൊടുക്കാൻ 2 ദിവസം വൈകി, മീൻസ് അത് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, അവിടെ ഉള്ള വേറെ ആളുകൾ ഇതിനുള്ള മറുപടി കൊടുക്കുകയാണ്. എസൻസ് ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇന്ത്യയിൽ കേരളത്തിലുള്ളൊരു സംഘടനയാണ്. അവരെല്ലാ വർഷവും വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരു തവണ 10,000 പേര് വരെ പങ്കെടുത്തു. അവരുടെ ഒരു ലക്ഷ്യം തന്നെ അതാണ്. ഒരു വലിയ സംഘടനയാണ്, വലിയ പരിപാടികളാണ് എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ നോക്കി നിന്ന് നമുക്ക് ചെറിയൊരു രോമാഞ്ചമൊക്കെ ഉണ്ടായി എന്നത് അവിടെ ഒരു വലിയൊരു സത്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും മലയാളികളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആളുകൾ അറിയുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഓരോ വർഷവും നമ്മൾ ഇതിനെക്കുറിച്ചുള്ള പരിപാടികളും അതിൻ്റെ പ്രചരണങ്ങളും ഒക്കെ നടക്കുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു എന്നറിയുന്നത് വലിയൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഒരു എസൻസിൻ്റെ ഒരു ഭാരവാഹിയൊന്നുമല്ല ഞാൻ, പക്ഷേ അതുമായിട്ട് വളരെ കുറച്ച് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം, അതായത് 2019 മുതൽ ഇങ്ങോട്ട് വളരെ ക്ലോസ് ആയിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട്. അതൊരു വലിയ കഥയാണ്. എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ലിറ്റ്മസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അതിൽ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തും, അതുപോലെ തന്നെ അതിൻ്റെ പ്രചരണത്തിനായിട്ടും, അതുപോലെ അതിൻ്റെ വിഷയം അവതരിപ്പിക്കുന്ന ആളുകളായിട്ടൊക്കെ അതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും, അതുകൂടാതെ അതിൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ മറ്റു പല കാര്യങ്ങൾക്കായിട്ട് ഇന്ന് വലിയ തോതിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു കൂട്ടം, വലിയൊരു ജനസമൂഹം എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു പ്രോഗ്രാമുമായിട്ട് സഹകരിക്കുന്നത്. അതിലൊരു കണ്ണിയാകാൻ കഴിയുന്നു എന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമായിട്ട് നമ്മളതിനെ കാണുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു സംഗതി ഇതിൽ ഒരു ബ്രോഷർ പോലെ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ അതെന്തായാലും ഒന്ന് വായിക്കാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഞാനത് പറഞ്ഞു കൊളാക്കുന്നതിനേക്കാളും നല്ലത് ഇത് വായിക്കുന്നതാണ്. ചുരുക്കത്തിൽ എന്താണ് ഈ സംഗതി എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ചില അനുഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആധുനിക കേരള ചരിത്രത്തിൽ മതേതര അശാസ്ത്രീയ വിശ്വാസങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ തുറന്നു കാണിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് എസൻസ് ഗ്ലോബൽ. കേരള നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളിൽ അടയാളപ്പെടുത്താൻ 10,000-കണക്കിന് സ്വതന്ത്ര ചിന്തകർ തയ്യാറായി കഴിഞ്ഞു. 2018 ആരംഭിച്ച ലിറ്റ്മസ് 2025 ഒക്ടോബർ 19-ന് എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പുതുചരിത്രം രചിക്കാൻ വീണ്ടും എത്തുകയാണ്. മനുഷ്യനേക്കാൾ മതങ്ങൾ ബഹുമാനിക്കപ്പെടുന്നതാണ് മഹനീയം എന്ന് കരുതുന്നവരുടെ ഇടയിൽ അൺഅപ്പോളജറ്റിക്കലി ഏത്തീസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ലിറ്റ്മസ് 25-ൽ ഒത്തുകൂടുന്നു. മതം, രാഷ്ട്രീയം, ശാസ്ത്രം, വൈദ്യം, സാമ്പത്തികം,
സാമൂഹികം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ സംസാരിക്കാനും സംവദിക്കാനുമായി അനേകം പ്രഭാഷകർ അണിനിരക്കുന്നു. നമുക്കിടയിൽ ഹലാലോ ഹറാമോ ഇല്ല, അയിത്തമോ ശിർക്കോ ഇല്ല, മുനാഫിക്കോ കാഫിറോ ഇല്ല, മുർത്തദും ഇല്ല. ജാതി കണ്ടുപിടിക്കുന്ന ഉപകരണങ്ങളില്ല, കല്ലിൽ കൊത്തിയ കൽപ്പനകളും താളിയോല ഗ്രന്ഥങ്ങളുമില്ല. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി. അതിലേക്കുള്ള ജൈത്രയാത്രയുടെ മഹാമഹം. കേരള ചരിത്രത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഈ ചരിത്രമാറ്റത്തിന് നിങ്ങളുണ്ടാകണം. ചരിത്രത്തെ നിർമ്മിക്കാൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നമുക്ക് ഒത്തുചേരാം. തെളിവുകൾ നയിക്കട്ടെ. ഇത് കേട്ടിട്ട് ഈ എസൻസിൻ്റെ ഇത്തവണത്തെ വോയിസ് ഓവർ കൊടുക്കാൻ നമ്മൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും ഇത്തരുണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, പറഞ്ഞ് വായിച്ചു പോകാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ എഴുതിയത് ആരായാലും നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം ഞാൻ എന്തുകൊണ്ട് എസൻസിൻ്റെ ഒരു ഭാഗമായിട്ട്, എസൻസ് ഇപ്പോൾ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഒരുപാട് ഈ മേഖലയിലുള്ള ആളുകൾ കൂട്ടമായിട്ട് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു സംഘടനയുണ്ട്, NRC, നോൺ റിലീജിയസ് സിറ്റിസൺസ്. അതുപോലെ KYS, അങ്ങനെ പല സംഘടനകളും. അപ്പോൾ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആര് വിളിച്ചാലും എവിടെ വേണമെങ്കിലും പറയാനുള്ള ഒരു ധൈര്യമുള്ളത് കൊണ്ട്, അതിലൊരു ബോധ്യം നമുക്കുള്ളതുകൊണ്ട് നമ്മളതവിടെ പോയി പറയുന്നു അതാണ് നമ്മുടെ രീതി. അത് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താണ്, തിരിച്ച് ചില ആളുകൾ ഇങ്ങോട്ട് വെക്കുന്നത് എന്താണ്, അങ്ങനെയല്ല, അത് ഇങ്ങോട്ട് വരരുത്, നീ ഇന്ന പോലെയാണ്, അവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് വരരുത്, അയാളുമായിട്ട് കൂട്ടുകൂടരുത്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പറഞ്ഞ മാതിരി അയിത്തം, ശിർക്ക്, അതുപോലെ അങ്ങനെയുള്ള പല പല സാധനങ്ങൾ ഇത് വെച്ചുകൊണ്ട് ആളുകളെ വേർതിരിച്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയൊക്കെയാണ് നമ്മുടെ ഇവിടെ സാധാരണ കാണാറുള്ളത്. പക്ഷേ ഈ ഒരു മേഖലയിൽ എസൻസിൻ്റെ വേദിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഗതിയില്ല. ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ അടുത്ത ഒരു ദിവസം ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നമ്മളുടെ ഡോക്ടർ ശ്രീകുമാർ എൻഡോസൾഫാൻ സംബന്ധിച്ചിട്ടുള്ള ഒരു സംഗതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തെളിവുകളൊക്കെ പുറത്തുവിട്ടുകൊണ്ട് സംസാരിച്ച് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ പറയും, നമ്മുടെ തന്നെ ചാനലിൽ നമ്മൾ ഒരിക്കൽ അതിഥിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, എൻഡോസൾഫാൻ കൊണ്ടാണ് അവിടെ ഈ പറയുന്ന കുട്ടികൾ മുഴുവൻ പ്രശ്നക്കാരായി വരുന്നത്, അല്ലെങ്കിൽ അവരുടെ അംഗവൈകല്യത്തിൻ്റെ കുഴപ്പങ്ങളൊക്കെ കാരണം, എല്ലാത്തിൻ്റെയും കാരണം ഈ എൻഡോസൾഫാൻ ആണ് എന്ന് പറഞ്ഞ് നടന്ന് ഒരു കാലത്ത് അതല്ല, അതിൻ്റെ കാരണം മറ്റു ചിലതാണ്, എൻഡോസൾഫാൻ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് ഡോക്ടർ ശ്രീകുമാർ പറയുമ്പോൾ ആരും കേൾക്കാൻ തയ്യാറല്ല. എന്നാൽ അങ്ങനെ പറഞ്ഞ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദവും പുറത്ത് എത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി, അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിനൊരു വേദി കൊടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നത് എസൻസ് ആയിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പുകഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ അപ്പുറം ഇപ്പുറം മാറിയിരുന്ന് പുറം ചുരണ്ടി കാണിക്കാനോ വേണ്ടിയിട്ടല്ല. പക്ഷേ നമ്മളിവിടെ കാണുന്നത് ഒരു വസ്തുത എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഭയവും കൂടാതെ ആ വസ്തുത പറയേണ്ടതാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി പറയേണ്ട ഒരു ഘട്ടത്തിൽ പറയുക എന്നുള്ളത്, അതിനുവേണ്ട വേദി ഒരുക്കുക എന്നുള്ളതിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു സംഘടന തന്നെയാണ് എസൻസ്. അതാണ് ഞാനും അതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിവിടെ നടക്കുന്നു. അപ്പോൾ ശ്രീകുമാർ ഡോക്ടർ പറഞ്ഞത് നമ്മളവിടെ കാണുകയാണ്, എൻഡോസൾഫാനെ കുറിച്ച് ഒരു മറുത്തുള്ള ഒരു അഭിപ്രായം, അതായത് അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആൾ പറയുമ്പോൾ അത് പറഞ്ഞതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതൊക്കെ പറയാൻ താനാരാ എന്ന ചോദ്യമാണ് അവിടെ ബാക്കി വരുന്നത്. കാരണം എന്താണ്, അങ്ങനെയല്ലല്ലോ ഇവിടെ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യത്വ വിരുദ്ധനായി മാറും, നിങ്ങൾ മാനവികത ഇല്ലാത്ത ആളായി മാറും എന്നതാണ്. ഈ കുട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ പറയാൻ പറ്റുന്നു? ഇതൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഒരു നാട്ടു നടപ്പ്. അതിന് വിപരീതമായിക്കൊണ്ട് ഇങ്ങനെയല്ല, ഇതിലെ യഥാർത്ഥ കാരണങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഈ കാരണം കൊണ്ടല്ല, എൻഡോസൾഫാൻ അല്ല എന്ന് പറയുന്നതിന് ഒരു വേദി ഒരുങ്ങുക എന്ന് പറയുമ്പോൾ അത് ചില്ലറയല്ല. അതൊരു ഉദാഹരണം മാത്രം. ഇനി മറ്റ് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ സിസ്റ്റർ ലൂസിയെ കുറിച്ച് നമ്മൾ പറയുന്നു. ആ സിസ്റ്റർ വരുന്ന സമയത്ത് സിസ്റ്ററാണ്, ആള് ഒരു വിശ്വാസിനി തന്നെയാണ്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള സർക്കിൾസിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ നമ്മൾ കേൾക്കുന്നതാണ്. യുക്തിവാദികളുടെ വേദിയിൽ എന്തിനാണ് ഒരു സിസ്റ്റർ വരുന്നത്? അത് ശരിയാണോ? അവർ അവിശ്വാസിയാണെങ്കിൽ മാത്രമല്ലേ വരാൻ പാടുള്ളൂ? അവരിപ്പോഴും ഒരു വിശ്വാസിയല്ല. അങ്ങനെ വിശ്വാസിയായിട്ടുള്ള ഒരാളെങ്ങനെയാണ് യുക്തിവാദികൾ അല്ലെങ്കിൽ ഏത്തിസ്റ്റുകളുടെ ഒരു വേദിയിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്ന ആളുകൾ. അന്നും ഇവിടെ നിന്നുള്ള മറുപടിയായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, അത് ഔദ്യോഗികമായിട്ട് കൊടുക്കുന്നൊന്നും ആയിട്ടല്ല, പക്ഷേ ഇതിനുള്ള മറുപടി അതൊന്നും ആരും കാര്യമായിട്ട് എടുക്കുന്ന പോലുമില്ല. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ നോയ്സായിട്ട് തന്നെ അവിടെ അവശേഷിക്കുന്നു എന്നുള്ളതാണ് എസൻസിൻ്റെ ഒരു ബ്യൂട്ടി. അവിടെ നമ്മൾ കേട്ടൊരു മറുപടി എന്ന് പറയുന്നത്,
അവർ വിശ്വാസിയാണോ അവിശ്വാസിയാണോ കാഫിറാണോ അല്ലെങ്കിൽ അവർ മറ്റേ മുർത്തദാണോ അവർ മുനാഫിക്കാണോ ഷിർക്ക്, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അവർ പറയുന്ന കാര്യം എന്ത്, അതിന് ഒരു ഒരു കഴമ്പുള്ള കാര്യമാണ്, അത് പുറത്തെത്തേണ്ടതാണോ, ആണെങ്കിൽ ഈ വേദി അതിനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്നൊരു കത്ത് ഒരു കുറിപ്പ് എഴുതിയതാണ് ഫേസ്ബുക്കിൽ. ആ കുറിപ്പ് എഴുതിയപ്പോൾ അന്ന് നമുക്ക് കിട്ടിയ ഭീഷണി എന്താണ്, ഇത് നിനക്ക് ബാധിക്കും, നിൻ്റെ പ്രാക്ടീസിനെ ബാധിക്കുന്നത്. അന്ന് ആയുഷിൻ്റെ മേഖലയിൽ ഇരിക്കുന്ന ഒരു ചങ്ങാതി എന്നെ വിളിച്ച് പറയുമ്പോൾ അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മൾ പറഞ്ഞ് അത് മുന്നോട്ട് പോയി. ഇന്ന് അത് ഈ ഒരു ഓർഡറായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരേക്കുള്ള ആ കാലഘട്ടം അത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് നമ്മളുടെ ഭാഗം കേൾക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഞാൻ അന്നും ഇന്നും ഓർക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്, ഒന്ന് KYCൻ്റെ പ്ലാറ്റ്ഫോമും ഒന്ന് ഈ പറയുന്ന എസെൻസിൻ്റെ പ്ലാറ്റ്ഫോമാണ്. രണ്ട് നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിലൊരു കാര്യം കോമൺ ആയിട്ടുണ്ട്. അതായത് എസെൻസിൻ്റെ ഈ പറയുന്ന പരിപാടി രണ്ടും നടത്തുമ്പോൾ ആദ്യം അവിടെ കായംകുളത്ത് വെച്ചിട്ടാണ് നടത്തുന്നത്. നോമ്പ് നോറ്റ് പോയിട്ടാണ് കേട്ടോ അന്ന് പ്രസൻറ്റേഷൻ നടത്തുന്നത്. അത് വേറെ കാര്യം, കാരണം അന്ന് വിശ്വാസിയും കൂടിയാണ്. അന്ന് അത് പോയി അവിടെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, പ്രസൻറ്റേഷൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഉപദേശമാണ്. ആർക്കുള്ള ഉപദേശം? ഹോമിയോ ഡോക്ടർമാർക്കുള്ള ഉപദേശമാണ്. ഓ ഹോമിയോ ഡോക്ടർമാരെ നിങ്ങൾ കേൾക്കൂ, യാ അയ്യുഹൽ ഹോമിയോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. എന്താണ് അതായത്, നിങ്ങൾ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരാ, നിങ്ങൾ കുറേയും കൂടി ഉണരണം, ഒരുപാട് റീസർച്ച് നിങ്ങൾ ചെയ്യണം, അങ്ങനെ റിസർച്ച് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമാക്കാൻ പറ്റും എന്നുള്ള ഉപദേശമായിരുന്നു അന്നത്തേക്ക് പ്രസൻറ്റേഷൻ്റെ അവസാനം ഞാൻ വെച്ചിരുന്നത്. അത് സ്ലൈഡ്സിൽ പോലും ഉണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് നമ്മുടെ പിറ്റ്ഫോൾസ്, എവിടെയൊക്കെയാണ് നമ്മളുടെ പ്രശ്നം എന്ന്. അപ്പോൾ സംഗതി നമ്മൾ ഹോമിയോപ്പതി മുഴുവനായിട്ട് വിട്ടിട്ടില്ല, എന്നാൽ അതിനകത്ത് പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, എന്നിട്ടും നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്നു എന്നതായിരുന്നു അന്നത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് KYCൻ്റെ വേദി കഴിഞ്ഞു, പിന്നെ ഒരു വലിയൊരു നീണ്ട ഇടവേള അങ്ങനെ ഇരിക്കുന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഒരു ഈ പറയുന്ന ലിറ്റ്മസ് 2019 വരെയാണ്, 2019 ഓർക്കുന്നത്. അത് വന്ന സമയത്ത് ഇതേപോലെ ഒരു ദിവസം നമുക്കുള്ള വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഇതേപോലെ എന്നോട് ചോദിച്ചു, ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ എന്നോട് ചോദിച്ചു, ഇതിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഭാരവാഹിയൊന്നുമല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഇതും ഡോക്ടർ ആരിഫും കൂടി കയറിയാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് ഒരു കോൾ വരുന്നു, ഒരു ബോണ്ട് ബാബു വിളിക്കുന്നു, പിന്നെ കമലാലയം അദ്ദേഹം വിളിക്കുന്നു, അങ്ങനെ 2-3 ആളുകൾ വിളിക്കുന്നു, പിന്നെ RCയുടെ മെസ്സേജ് വരുന്നു, അങ്ങനെ പല പല മെസ്സേജുകൾ വരികയാണ്. അതായത് ഈ പറയുന്ന പരിപാടി തുടങ്ങാൻ ഏതാനും ദിവസങ്ങൾ ബാക്കിയുള്ളൂ, എനിക്ക് തോന്നുന്നു ഒരാഴ്ച കണ്ട് ബാക്കിയുള്ളൂ എന്ന് തോന്നുന്നു. ആ സമയമാകുമ്പോഴേക്കും ഇതിനകത്തേക്ക് എൻട്രിയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് നേരെ വണ്ടി എടുക്കുന്നു, ചെല്ലുന്നു. പിന്നെ കാണുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ലിറ്റ്മസിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ എസെൻസിലേക്ക് നമ്മൾ അരങ്ങേറ്റം. അതാണ് അന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയം അതാണ്. അങ്ങനെ അതിൽ കയറിയതിന് ശേഷമാണ് പിന്നെ പല പരിപാടികൾ നമ്മൾ ചെയ്യുകയാണ് വേദികളിൽ. അങ്ങനെ വേദിയിൽ പോകുമ്പോഴും ഈ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു പരിപാടി അവതരിപ്പിക്കുന്നു. അപ്പോഴും നമ്മൾ പറയുന്നത്, ഓ ഹോമിയോ ഡോക്ടർമാരെ നിങ്ങൾ കേൾക്കൂ. അപ്പോഴും ആലോചിക്കുന്നത് ഇതാണ്, നിങ്ങളൊരു വിശ്വാസിയായിരിക്കെ സിസ്റ്റർ ലൂസിയെ നിങ്ങൾ കൊണ്ടുവന്നത് പോലെ തന്നെ ഒരു പാതി വന്ന ഒരു എക്സ് ഹോമിയോ അല്ലെങ്കിൽ ഒരു ഹോമിയോ ഡോക്ടർ മുഴുവൻ പുറത്ത് പോയിട്ടില്ലെങ്കിൽ പോലും അപ്പോഴും നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് കേൾക്കാൻ തയ്യാറായി എന്നുള്ളത് തന്നെയായിരുന്നു ഈ വിഷയത്തിൽ കൂടുതൽ ക്ലാരിറ്റി എനിക്കുണ്ടാകാൻ പോലും ഗുണമായത്. ഇതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കൂടുതൽ സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാവുകയും അങ്ങനെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ, അത് കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ അവസാനം ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. ഇതാണ് സംഭവിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഹോമിയോ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ഉപദേശമൊന്നുമില്ല, നിർത്തി പോയിക്കൂടെ എന്നാണ് നമ്മളിപ്പോൾ ചോദിക്കുക. ഇതാ ഇപ്പോൾ ഉള്ള ഉപദേശം അതാണ്, ഇനിയെങ്കിലും നിർത്തിക്കൂടെ, കുറേ കാലമായില്ലേ ഇട്ട് ഈ കുലുക്കയും ഈ പറയുന്ന നേർപ്പിക്കലും പരിപാടിയും, ഇതൊക്കെ എത്ര നാളെന്ന് നമ്മൾ ചോദിക്കുന്നതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. കേൾക്കാൻ, അതായത് ആളുകൾ അറിയേണ്ടതായിട്ടുള്ളൊരു വിവരം, ഒരു വസ്തുത അതുണ്ടെങ്കിൽ അത് പറയുന്നത് ആര് എന്നത് ഒരിക്കൽ പോലും ഒരു കാര്യമാക്കാതെ ആ പറയാനുള്ള വ്യക്തിക്ക് അതുപോലെ തന്നെ ആ വസ്തുതയ്ക്കും ഒരു വേദി ഒരുക്കുന്നു എന്നത് തന്നെയാണ് എസെൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടുള്ളത്. അതിൽ ഇന്ന് വരേക്കും ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് എടുത്ത് പറയുന്നത്. ആ ഒരു കൺസിസ്റ്റൻസിയാണ് അതിലൊരു പ്രധാനപ്പെട്ട ഘടകം. കാരണം അവിടെയും ഒരു പ്രശ്നമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഈ പറയുന്ന ഈ വോക്കിസം എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് നിങ്ങൾ വലിയ യുക്തിവാദവും അല്ലെങ്കിൽ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തയൊക്കെ പറഞ്ഞു തുടങ്ങും, കുറച്ചങ്ങ് കഴിയുമ്പോൾ അയ്യോ ഇത്രയ്ക്ക് വേണോ എന്നുള്ളൊരു തോന്നലും അവിടെ പിന്നെ കുറച്ച് ഇങ്ങനെ വെട്ടി ഒതുക്കലും അങ്ങനെ കുറച്ച് ഇങ്ങനെ ചാരലും ചെരിയലും ഒക്കെ ആയിട്ട് അങ്ങ് മാറും. അതാണ് പിന്നെ നമ്മൾ കാണുന്നത്. അവിടെ പിന്നെ അത് അങ്ങനെ അവിടെ പറയണ്ട, ഇവിടെ ഇങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് പ്രശ്നം, ഇങ്ങനെ പറഞ്ഞ് ഇവിടെ ഇവർക്ക് പ്രശ്നം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ പല കാര്യങ്ങളും വിഴുങ്ങുന്നതും ചിലത് ഏച്ചു കെട്ടുന്നതും ചിലത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നതൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇതിൽ അങ്ങനെ ഒരു സംഭവം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഒരു കൺസിസ്റ്റൻസി, ഈ പറയുന്ന കാര്യങ്ങൾ, ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, അത് ഇടി വെട്ടി മറ്റേ സുനാമി വന്നാലും ശരി, മറ്റേ എന്ത് തന്നെ ആയാലും ശരി, അത് ഫാക്റ്റാണോ അത് പൊളിറ്റിക്സിലാണോ എന്തിലാണോ അത് പറയുക.
ഫാക്റ്റ് ആണെങ്കിൽ അത് പറയാം. അപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു ചില ആളുകൾ പറയുന്ന, ചില ആധുനിക മനുഷ്യന്മാരൊക്കെ വന്ന് പറയുന്നുണ്ട്, എസൻസ് ശരിയല്ല, അവർ ഈ വസ്തുതയൊക്കെ പൊളിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളാണെന്നാണ് പറഞ്ഞത്. പിന്നെ പൊളിറ്റിക്സിന് പിന്നെ വസ്തുതയല്ലാതെ പിന്നെ കെട്ടുകഥയാണോ ഉപയോഗിക്കേണ്ടതെന്ന് നമ്മളന്ന് തിരിച്ച് ചോദിച്ചു. മാത്രമല്ല, അതിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത് മോട്ടോ ആയിട്ട് അതിൻ്റെ താഴെ തന്നെ എഴുതി പിടിപ്പിക്കുന്ന പോസ്റ്ററിൽ വരെ അച്ചടിച്ച് കൊടുക്കുന്ന സാധനമാണ് ഈ ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്. അപ്പോൾ അവിടെയാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ചില ആളുകളൊക്കെ വന്നിരുന്നു പറയുന്നത്, അവർ വസ്തുത ഇങ്ങനെ കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട് പൊളിറ്റിക്സിന് വേണ്ടി, അത് അത്ര അങ്ങോട്ട് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നതാണ്. എനിക്കൊക്കെ ചിരി വരികയാണ്. നമുക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ ഉദ്ദേശിക്കുന്നത് നോം എന്നാണ്. എന്ന് വെച്ചാൽ പണ്ട് രാജാക്കന്മാരൊക്കെ അങ്ങനെയാണല്ലോ, അതുകൊണ്ട് പറയും. അപ്പോൾ ഇത് വേറെ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് എസൻസിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔട്ടിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല. ഇത് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന, എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അതാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ആ ഒരു സംഗതി ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്. അതുപോലെ ഓരോന്നും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, അവിടെ നമ്മൾ പറയുന്നു, അതിലൊന്നും പിന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. കാരണം ആ ഒരു വാക്ക് നമ്മൾ സാധാരണ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, ഈ ഹോമിയോ കോളേജിൽ തന്നെ ആണെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നൊരു വാക്കാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. പക്ഷേ ഞങ്ങൾ പറയാറ് എന്താ എന്ന് ഉദ്ദേശിച്ചാൽ, നമ്മളിങ്ങനെയൊക്കെ പറയും, അനുഭവ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, അതായത് ഇപ്പോൾ 2005 ലാൻസെറ്റിൽ വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൻ്റെ സമയത്ത് കോളേജിൽ ഒരു മരണം നടന്ന വീട് പോലെയായിരുന്നു പച്ചയ്ക്ക് പറഞ്ഞാൽ. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇത് പ്രത്യേകിച്ചും ഒരു ഏതോ വലിയ കൂടിയ ആൾ മരിച്ച മാതിരിയായിരുന്നു. എന്താ സംഭവം? വലിയ ഡോക്ടർമാർ വരുന്നു, വലിയ ടീച്ചർമാർ വരുന്നു, ഞങ്ങളെ സീനിയേഴ്സ് വരുന്നു, എന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തോളത്ത് കൈയൊക്കെ പോട്ടെ സാരല്ല നമുക്കൊക്കെ ശരിയാക്കാം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുന്നതാണ് കുട്ടികളായ ഞാൻ കാണുന്നത്. അതായത് നമ്മളന്ന് സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ ലാസ്റ്റോ കണ്ടാണ്. അപ്പോൾ ആ സമയത്ത് 2005 ഫസ്റ്റ് ഇയർ കഴിയുന്നുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു വിഷയം, ആ ഒരു എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ലാൻസെറ്റിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിട്ടുള്ള ആ വിഷയത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് അവിടെ നടത്തിയ ഒരു മീറ്റിങ്ങും പരിപാടികളൊക്കെ, അതിൻ്റെയൊക്കെ ഓരോ വ്യക്തി വന്ന് സംസാരിക്കുമ്പോൾ, ഓരോ വലിയ മുന്തിയ ഹോമിയോ ഡോക്ടർമാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, ഈ സ്റ്റോൾ വാട്സ് എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ വന്നിട്ട് പ്രസംഗിച്ചിട്ട് അവസാനം അവർ പറഞ്ഞു നിർത്തുന്ന ഒരു സാധനം എന്താണ്? നമ്മളും എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ അതുവരെയും പറയുന്നത് എന്താണ്? അനുഭവ സാക്ഷ്യങ്ങൾ, അതുപോലെ കുറേ തട്ടിക്കൂട്ട് ജേണലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് തട്ടിക്കൂട്ടാണെന്ന്. അന്നൊക്കെ നമ്മളിത് കേൾക്കുമ്പോൾ ഇന്ന ജേണലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓഹോ അങ്ങനെ ഉണ്ടല്ലേ. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ അതൊക്കെ പ്രിഡേറ്ററി ജേണൽസ് ആയിരുന്നു പലതും. അല്ലെങ്കിൽ പലതും ഈ ഹോമിയോ തന്നെ, അതായത് ഇപ്പോൾ ഇന്ത്യൻ ജേണൽ ഓഫ് ഹോമിയോപ്പതി, അങ്ങനെ, അതായത് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഒരു സ്വന്തം ജേണൽ, അവർ തന്നെ ഇറക്കുന്ന ഒരു ജേണൽ, അതിനകത്ത് ഇവർ തന്നെ പബ്ലിഷ് ചെയ്യും. എന്നിട്ട് പറയാം അത് ഇന്ന ജേണലിൽ വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ കേൾക്കുന്ന ആൾ ഓഹോ അതിൽ വന്നിട്ടുണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവർ പറ്റിക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ. ഇതൊക്കെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഞാൻ പണ്ട് ഒരു കണക്ക് തന്നെ എടുത്തു, മൊത്തം എത്ര ജേണൽ, എത്ര പബ്ലിഷിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് നോക്കുന്നു. അതിൽ ഏതൊക്കെ എവിടെയൊക്കെയാണെന്ന് നോക്കിയപ്പോൾ 80-90% പബ്ലിഷ് ചെയ്തിരിക്കുന്നതും സ്വന്തം പത്രത്തിലാണ്, സ്വന്തം ജേണലിൽ. 5% അല്ലെങ്കിൽ ഒരു 10% മാത്രമാണ് അല്ലാതെയുള്ളതുള്ളൂ. അതിൽ തന്നെ ഒരു 5% മാത്രമാണ് പുറത്തുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ജേണലുള്ളൂ. അത് തന്നെ ഇതുപോലുള്ള അനുഭവ സാക്ഷ്യങ്ങളും ഈ പറയുന്ന ഇമ്പാക്ട് ഫാക്ടറൊക്കെ വളരെ കുറഞ്ഞ ചില തട്ടിക്കൂട്ട് ജേണൽസ് മാത്രമാണ്. എന്ന് വെച്ചാൽ ഒരു 200 ചില്ലാനും പഠനങ്ങൾ നമ്മൾ നോക്കി എടുക്കുമ്പോൾ അതിനകത്തൊരു 4-5 എണ്ണം മാത്രമാണ് എവിടെയെങ്കിലും കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് പബ്ലിഷ് ചെയ്തു എന്നെങ്കിലും നമുക്ക് പറയാൻ വേണ്ടി. എന്നാൽ പഠനത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വേറെ വിഷയം. പക്ഷേ പുറത്ത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തത് ആകെ 4-5 എണ്ണമാണ്. ഇത് മുഴുവൻ ചെയ്യുന്നത് നമ്മളുടെ ഈ റിസർച്ച് ഇൻ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ഹോമിയോപ്പതി, CCRH, അങ്ങനെ ഒരു ബോഡി. ഇപ്പോൾ അതില്ലാന്ന് തോന്നുന്നു, ഇപ്പോൾ അതൊക്കെ മാറ്റി. അവരാണത് ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അവർ ഓരോ വർഷം ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന ഒരു വശത്ത് നമ്മൾ പറയുന്നപ്പോഴാണ് ഈ പരിപാടിയൊക്കെ നടത്തി ഇതൊക്കെ ഈ തട്ടിക്കൂട്ട് സാധനമൊക്കെ എടുത്ത് വെച്ച് നമ്മൾ ഈ ഘോരഘോരം പ്രസംഗിച്ചതിന് ശേഷം നമ്മൾ പറയും ദെയർഫോർ വി ആർ ഓൾസോ ഡൂയിങ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാവരും കൈയടിച്ചോളണം, അടിക്കട കൈ എന്ന് പറയും. അപ്പോൾ നമ്മൾ അടിക്കും. ഇതാണ് അവസ്ഥ. ഇങ്ങനെയായിരുന്നു നമ്മൾ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആക്കി. അപ്പോൾ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതായത് നിങ്ങൾ തലമുടി വെട്ടാൻ പോകുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കും, എന്നിട്ട് തലമുടി വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് എന്താ തലമുടി വെട്ടി എന്നുള്ളതിൻ്റെ എവിഡൻസ് എന്താണ്? വെട്ടുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോ. ഇതുപോലെയാണ് അവിടുത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു ഫോട്ടോ, ഒരു ചൊറി അല്ലെങ്കിൽ ഒരു ചുരങ്ങ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ എന്തോ ആവാം, ഒരു ഫോട്ടോ ബിഫോർ എടുക്കുന്നു, ആഫ്റ്റർ എടുക്കുന്നു. ഇത് തമ്മിൽ വെച്ചിട്ടാണ് ഈ കസരത്ത് മുഴുവൻ. അപ്പം ഞാനൊക്കെ പിന്നെയാണ് നമ്മളിത് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ ഹോമിയോ അല്ലെങ്കിൽ ആയുഷ് മേഖലയിലുള്ള ഏത് തരം ഇത്തരം ചർച്ചകൾ, ഈ എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്ന ഏത് സാധനം നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. നിങ്ങൾക്കൊക്കെ ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. അപ്പോൾ ഈ അടുത്തൊക്കെ ഈ IHK IHM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കെതിരെ നടപടി എടുക്കാൻ വേണ്ടി പരാതി കൊടുത്തുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഓരോ ക്ലാസ്സും മണ്ണകടിയൊക്കെ നടത്താറുണ്ട്. അതിലൊക്കെ ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാട്ടോ. നിങ്ങൾക്ക് അവിടെ ചുമ്മാ പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങളൊന്ന് കേൾക്കുക, എന്താണ് അവിടെ നടക്കണമെന്ന് നിങ്ങൾ കേൾക്കുക. അപ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെ ഗുട്ടൻസ് പിടിയിട്ടുള്ളൂ. അവരവിടെ ചെയ്യുന്നത് ഇതാണ്. കുറേ ബിഫോർ ആഫ്റ്റർ
പടങ്ങൾ, അതുപോലെ റോങ് ഡയഗ്നോസിസ്, അതുപോലെ കുറേ ഒരു ഹൈബ്രിഡ് തെറാപ്പികൾ, അതായത് കുറേ മോഡേൺ മെഡിസിൻ കൊടുക്കും, പിന്നെ കുറേ ഈ ഹോമിയോ കൊടുക്കും. എന്നിട്ട് ഗുണം വരുമ്പോൾ അത് മുഴുവൻ ഹോമിയോയുടെ തലയിലിട്ട് കിട്ടും. എന്നിട്ട് മോഡേൺ മെഡിസിന് അവിടെ മൂലക്കിരുത്തും. ഇതാണ് ഇവരുടെ പരിപാടി. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ട് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നീടാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നതാണ് അതിലെ കാര്യം. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ബോധം വരാനുള്ള സാധ്യത ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ച് എതിർത്ത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പോലും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് ഉപദേശമായിട്ട് ഞാൻ നടന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം അപ്പോഴും ബാക്കിയാണ്. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ചില സ്വതന്ത്രിതരായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ ശാസ്ത്ര പ്രചാരകരായിട്ടുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടർമാർ പോലും ചിലപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നാലും എന്തെങ്കിലും ബാക്കി, എന്നാലും സ്വർഗ്ഗം ഉണ്ടെങ്കിലോ, എന്നാലും നരകം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കണ മാതിരി ഒരു ചോദ്യം അവിടെ ഉണ്ട്. എന്നാലും ഒരു റിസർച്ച് ചെയ്താൽ എന്തെങ്കിലുമൊക്കെ നടക്കില്ലേ എന്നൊരു ചോദ്യം. ആ ചോദ്യമാണ് സത്യത്തിൽ നമ്മളെയും അവിടെ കൊണ്ട് നിർത്തിയതെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കാന്നുള്ളതാണ്. ഇതെല്ലാം ഇതുപോലുള്ള വിശ്വാസ സംഹിതകളിലുള്ളൊരു പ്രശ്നമാണ്. എങ്ങാനും ദൈവം ഉണ്ടെങ്കിലോ എന്ന് ചോദിക്കുന്ന മാതിരി, എങ്ങാനും റിസർച്ച് ചെയ്താൽ പിടികിട്ടിയാലോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ കാര്യം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഇതാദ്യം വർക്ക് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ലോകത്ത് ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ മൊമെൻ്റ് വരേക്കും ലോകത്ത് പല സ്ഥലങ്ങളിലും ഏത് ഭൂഖണ്ഡം വേണമെങ്കിലും നിങ്ങളെടുത്തോ, ഏത് രാജ്യം വേണമെങ്കിലും നിങ്ങളെടുത്തോ, അവിടെയൊക്കെ നടത്തിയിട്ടുള്ള ഇതുപോലെയുള്ള ഹൈ ക്വാളിറ്റി സ്റ്റഡീസ്, ഗോൾഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന റാൻഡമൈസ് കൺട്രോൾ ട്രയലും അതിന് മുകളിലേക്കുള്ള സിസ്റ്റമാറ്റിക് റിവ്യൂ, അതുപോലെ മെറ്റാ അനാലിസിസ്, ഇതെല്ലാം ചെയ്തതിൻ്റെ ഫലം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ പോലും സീറോ എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു അക്ഷരം പോലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അബ്സല്യൂട്ട്. അതിൽ നമുക്ക് കാണുന്നത് എന്താണ്, ഇത് പ്ലാസിബോയേക്കാൾ മികച്ചതാണ് എന്ന് കാണിക്കത്തക്കതായിട്ടുള്ള ഒരു പഠനം പോലും ഇല്ല. അങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നതിന് ഒരു തെളിവില്ലാത്ത കാലത്തോളം പിന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യം പോലും അവിടെ പ്രസക്തിയില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി എന്നാലും ഇനിയിപ്പോൾ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇനി എങ്ങാനും വർക്ക് ചെയ്യുന്ന ഒരു ചോദ്യം അവിടെ വന്നാലോ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാധനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ വൈറ്റലിസം തിയറി, അതുപോലെ ഈ വൈറ്റൽ ഫോഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴാണ് ഇതിലൊന്നും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ല, ഇതൊക്കെ തള്ളിപ്പോയ സാധനങ്ങളാണ് എന്നും, അതുപോലെ തന്നെ ഈ ഹോമിയോ കണ്ടുപിടിക്കാൻ തന്നെയുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിക്കാം. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഹാനിമാൻ ഇന്നാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള എന്ത് കാരണമാണുള്ളത്, അതിലൊരു കാരണം പറയൂ എന്ന് നമ്മൾ തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കും ഈ പറയുന്ന സാധനം. ഈ ചോദ്യം ഞാൻ എന്നോട് സ്വയം ചോദിച്ചു, അവിടെയാണ് ഈ പറയുന്ന സാധനം തീരുന്നത്. പിന്നെ ഞാൻ ഹോമിയോ ഡോക്ടർമാർ ഉപദേശിച്ചിട്ടില്ല. ഇന്ന് ഹാനിമാൻ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതി കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം പോലും ഇല്ല എന്നതാണ്. അതാണ് അതിൻ്റെ കാരണം, അതാണ് അതിൻ്റെ ഉത്തരം. കാരണം ഹാനിമാൻ അന്ന് പറഞ്ഞ ഒരൊറ്റ കാരണം പോലും ഇന്ന് നിലവിലില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതാണ് അതിലെ വിഷയം. പിന്നെയാണ് നമ്മൾ പറയുന്നത് ഇത് തെളിവില്ല, ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്. അനുഭവ സാക്ഷ്യങ്ങൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഉരുളി കമഴ്ത്തിൻ്റെ ഒക്കെ തെളിവുകൾ അല്ലെങ്കിൽ ആ അനുഭവമൊക്കെ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അതിവിടെ ഇല്ല എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് ഓരോന്ന് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഏതായാലും ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി അത് പിന്നെ ഇന്ന് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സാധനം ആണ്. കാരണം സത്യത്തിൽ ഈ ഹ്യൂമനിസമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പല ആളുകളും ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവരുടെ ഇമേജ് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാക്കിയിട്ടാണ് ഓരോ വിഷയത്തെ അവരെടുക്കുന്നത്. ഇപ്പോൾ ഗാസ വിഷയം, നമ്മളിപ്പോൾ ഈ എൻഡോസൾഫാൻ്റെ കാര്യം പറഞ്ഞ പോലെയും സിസ്റ്റർ ലൂസിയുടെ കാര്യം പറഞ്ഞ പോലെയും എടുക്കേണ്ട മറ്റൊരു വിഷയമാണ് ഈ ഗാസ വിഷയം. ഈ കാലം ഇത്രയും ലോകം ഇത്ര മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും നമ്മൾ കാണുന്നു UN സഭയിലടക്കം നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഇസ്രായേലിൻ്റെ ഭാഗം സംസാരിക്കാൻ ഇവിടെ ഒരാൾക്കും സാധിക്കാറില്ല. കാരണം അത് സംസാരിക്കുന്നവരെ മുഴുവൻ ഒന്നുകിൽ സയനിസ്റ്റ് അല്ലെങ്കിൽ അവരെ സാമ്രാജ്യത്വ താല്പര്യമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു പല അജണ്ടകൾ എന്നൊക്കെ പറഞ്ഞ് അവർ ഒതുക്കുക, അവരുടെ ഭാഗം പുറത്തേക്ക് വരില്ല. ഇതായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നത്തെ കേരളത്തിലെ സ്വതന്ത്ര മേഖലയിൽ തന്നെ നിങ്ങൾ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ ഇസ്രായേലിൻ്റെ ഭാഗത്ത് എന്താണുള്ളത്, അവർക്ക് എന്താ പറയാനുള്ളത് എന്നത് കേൾക്കാനും ആ പറഞ്ഞതിലെ വസ്തുതകൾ പുറത്ത് പറയാനും അവിടെ യഥാർത്ഥത്തിൽ ന്യായം അത് ഇസ്രായേലിൻ്റെ ഭാഗത്താണ് എന്നും ഉറക്കെ പറയാൻ ഇന്ന് എത്ര സംഘടനകൾ, എത്ര ആളുകൾ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അവിടെയാണ് എസൻസ് വ്യത്യാസപ്പെടുന്നത്. ഇത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. നമ്മൾ അവർക്ക് മുന്നിൽ, ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പലതരം കാര്യങ്ങൾ വെച്ചു, വെല്ലുവിളികളായിട്ട് വെച്ചു. ജനോസൈഡ് ഉണ്ടെന്ന് തെളിയിക്കുക, അതല്ലെങ്കിൽ അവിടെ പട്ടിണി ഉണ്ടെന്ന് തെളിയിക്കുക. ഈ സ്നാപ്ചാറ്റും അതല്ലെങ്കിൽ ഈ ഇൻസ്റ്റഗ്രാമിലെ ചില ഫിൽറ്റേഴ്സും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പട്ടിണി തെളിയിക്കാൻ വല്ലാതെ കഷ്ടപ്പെട്ടേനെന്നാണ് ഞാൻ പറയുക. കാരണം ഈ ഫിൽറ്റർ വെച്ചിട്ടൊക്കെ കൂടിയാണ് സത്യത്തിൽ ഇത് ഇപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത്, അവിടെ പട്ടിണി ഉണ്ടെന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചുകൊണ്ട്. അല്ലായിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്നാപ്ചാറ്റ് ഫിൽറ്ററൊക്കെയാണ് പലപ്പോഴും ഇതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ പാലിവുഡൊക്കെ വെച്ചുകൊണ്ട് ഇത് പൊളിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുപോലെ അവിടെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ പോലും അത് പട്ടിണിയുടെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ആ അസുഖങ്ങളെ പോലും വിറ്റ് കാശാക്കുന്ന പരിപാടി. എന്നിട്ട് നമ്മളെയാണ് അവർ വിളിക്കുന്നത് മനുഷ്യത്വമില്ലാത്തവരെന്ന്. സ്വയം അവരാണ് ഇത് ചെയ്യുന്നത്. ഒരു പിഞ്ചു കുട്ടിയുടെ അസുഖത്തെ പോലും വിറ്റ് കാശാക്കുക, അത് വെച്ചുകൊണ്ട് ദൈന്യത പുറത്തെടുത്തിട്ട് വിക്ടിം കാർഡ് കളിച്ചിട്ട് ഈ ഭീകരവാദികൾക്ക് കൂട്ടു നിൽക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ നടത്തുന്ന ഈ ഭീകരവാദികൾക്കെതിരെയുള്ള ഒരു വാക്ക് പോലും പുറത്തെത്താതിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കണിശത, ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഹമാസിനെ തള്ളുന്ന മഹ്മൂദ്
അബ്ബാസിനെ കുറിച്ച് ഇവിടെ എപ്പോഴെങ്കിലും മാധ്യമങ്ങൾ പറയുന്നുണ്ടോ? ഏതെങ്കിലും സ്വതന്ത്ര ചിന്തകർ പറയുന്നുണ്ടോ? ഇല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ അവിടെ നടക്കുന്നതിൽ ആ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അവർ ഓരോരോ ഇടയ്ക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന IPC റിപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ജനോസൈഡ് ഉണ്ടെന്ന് കാണിക്കുന്ന UN റിപ്പോർട്ടായിട്ടോ ഒക്കെ പുറത്തുവിടുന്ന സാധനത്തിൽ കള്ളത്തരം അതിനകത്ത് നമുക്ക് അവർ പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുന്ന മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ എത്ര പേര് മുന്നോട്ട് വരുന്നത്? അത് പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങും, നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവനായി പോകും. അത് പേടിച്ചും അല്ലെങ്കിൽ അത് തൽക്കാലം ഇപ്പോൾ മിണ്ടാണ്ടിരിക്കുക എന്നുള്ള ലെവലിലൊക്കെ മാറിയിട്ട് മിണ്ടാതിരിക്കുന്നല്ലേ നമ്മളിവിടെ കാണുന്നത്. അവിടെയാണ് ഈ എസൻസ് വ്യത്യാസപ്പെടുന്നതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എസൻസിനെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ ധൈര്യം ലഭിച്ചിട്ടുള്ള, ഇതൊക്കെ തുറന്ന് പറയണമെന്ന് ധൈര്യം ലഭിച്ചിട്ടുള്ള ആളുകളാണ് സത്യത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആളുകളെ ആ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരാൻ, ആ സ്വതന്ത്ര ചിന്തയുടെ യഥാർത്ഥ പവർ, അങ്ങനെ ഒരു എംപവർമെൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് ഈ പറയുന്ന എസൻസ് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്. അതുകൊണ്ടാണ് അതിൽ അഭിമാനം കൊള്ളുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇത്തരം ആഘോഷങ്ങൾ വരുമ്പോൾ, കൂടി ചേരലുകൾ വരുമ്പോൾ അതിനെ നമ്മളാലാവുന്ന രീതിയിൽ അതിനൊരു പ്രൊമോഷൻ കൊടുക്കാനും അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ടും, അതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ ബാക്കിയുള്ള ആളുകൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്കൊരു സ്വകാര്യ അഹങ്കാരമായിട്ട് നമ്മൾ അത് കാണുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്തവണത്തെ ഈ ടാഗ് ലൈൻ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതായത് അൺഅപ്പോളജറ്റിക്കലി ഏത്തീസ്റ്റ് എന്ന് പറയുന്നൊരു സംഭവം. അവിടെ ചില ആളുകളൊക്കെ ഉണ്ട്, എന്നാലും ഇനിയൊരു ദൈവം ഉണ്ടെങ്കിലോ, ദൈവം ഉണ്ട് എന്നതിന് തെളിവ് കിട്ടിയാൽ ഉടനെ എടുക്കുമോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. പിന്നെ എന്തിനാണ് ഇനി എങ്ങാനും ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവുണ്ടെങ്കിലോ എന്ന ചോദ്യമായിട്ട് നിൽക്കുന്നത്? ഇല്ല എന്നുള്ളതിൻ്റെ തെളിവില്ല എന്നാണ് സാധാരണ പറയാറ്. പക്ഷേ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ ദൈവമില്ല എന്നുള്ളതിൻ്റെ തെളിവ് പോലും നമുക്കിവിടെ കിട്ടും. കാരണം അത്രമാത്രം പരിതാപകരമാണ് ദൈവങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇനി എങ്ങാനും ദൈവത്തിനുള്ളൊരു തെളിവ് കിട്ടിയാലോ എന്നൊരു അന്വേഷണം പോലും അപ്രസക്തമാകുന്ന രീതിയിൽ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ പിന്നെ നമ്മൾ ആ അന്വേഷണമായിട്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു കാര്യത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു കൺവിക്ഷനോടുകൂടി നമ്മളൊക്കെ അത് പറയാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും, ഇനി ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവഭയമോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളില്ലാതെയൊക്കെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു മനുഷ്യനാകാൻ കഴിയുന്നൊക്കെയാണ് ആളുകൾ ചോദിക്കാറുള്ളത്. ഏതായാലും ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്ത് കടന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, പല നന്മ എന്ന് നമുക്ക് വിളിക്കുന്ന കാര്യങ്ങളും നല്ല കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് വിളിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കാനും ചെയ്യിക്കാതിരിക്കാനും സാധിക്കുമായിരുന്നൊരു വിശ്വാസമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ സമാധാനത്തോടു കൂടി നന്മ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഏതായാലും അങ്ങനെ ഒരു കൂടാരത്തിലേക്ക് പോകേണ്ട ഒരു ഗതികേട് എനിക്കില്ല. അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല നന്മയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ട് എന്ന ഒരു അഹങ്കാരം ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ വഴിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലും അല്ലെങ്കിൽ അതുപോലെയുള്ള ഇനി ഏതാണോ നിങ്ങളുടെ വിശ്വാസം അതിനകത്തുള്ള ആ ദൈവസങ്കല്പമായിട്ട് നിങ്ങൾ അങ്ങോട്ട് കൂടിക്കോളൂ. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിങ്ങൾക്കൊരു ഒരു ഖണ്ഡനം ഉണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരിക എന്നാണ് നമ്മളെപ്പോഴും പറയുന്നത്. അതിന് സാധിക്കുമെങ്കിൽ നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഞാനാണെന്നാണ് ഇപ്പോഴാണ് ഈ സ്കെഡ്യൂൾ കണ്ടപ്പോഴാണ് ഞാനും മനസ്സിലാക്കുന്നത്. അതായത് ആദ്യത്തെ 8:45 കണ്ടാണ് എൻ്റെ ടൈം വരുന്നത്. ഹോമിയോ കപടമോ എന്ന വിഷയത്തിൽ ഒരു സംവാദം. ഇതാണ് ഈ ലിറ്റ്മസിൻ്റെ ഓപ്പണിംഗ് സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് സബിൽ രാജ് എന്ന് പറയുന്നൊരു ഹോമിയോ ഡോക്ടർ തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സംവാദം, ഇതാണ് നമ്മളുടെ ലിറ്റ്മസിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം സ്കെഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും, എസൻസിൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും. ഈ താഴെ കാണുന്ന ആ ബാനറിലുണ്ട് എസൻസിൻ്റെ വെബ്സൈറ്റ്. അതിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് ചെല്ലാം. എല്ലാ ഡീറ്റെയിൽസും അവിടെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും, സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇവിടെ കാണാം ഹോമിയോ കപടമോ 8:45 തുടങ്ങും, 9:45 അവസാനിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള സാധിക്കുന്ന ആളുകളൊക്കെ ആ സമയമാകുമ്പോൾ തന്നെ കഴിയുന്നതും നേരിട്ട് തന്നെ വരാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ സ്വന്തം ഡോക്ടർ ആബിയുടെ വിഷയം 9:49 വല്ലാത്ത OCD തന്നെയാണ്. 10:14 വരേക്കും ആളെ കൊല്ലും ആധുനിക വൈദ്യം എന്ന വിഷയത്തിലാണ് അവിടെ ഒരു പ്രഭാഷണമാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ, പക്ഷേ ഫുൾ പാക്ഡ് ആയിരിക്കും, ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും അത്. അതായത് സാധാരണ നമ്മൾ ഒരു ഡോക്ടർമാർ വരുന്നു, വൈദ്യശാസ്ത്രം സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശാസ്ത്രം ഒക്കെ പറയാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരെയും മനസ്സിലാകുന്ന വീണ്ടും തുടങ്ങി ആയുർവേദത്തിന് കുറ്റം പറയും, ഹോമിയോനെ കുറ്റം പറയും എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പരാതി. ഇത്തവണ ഏതായാലും അതല്ല. ഇത്തവണ ആധുനിക വൈദ്യത്തിൽ തന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ട് പോയിക്കൊണ്ട് ആളുകളെ കൊല്ലുന്ന വരെ അവസ്ഥ ഉണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ കാരണം,
അതിലെ നൈതികത അതുപോലെയുള്ള ചില വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ മികച്ച രീതിയിൽ പറയാൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ ആബി ഫിലിപ്സ്. പുള്ളിയുടെയാണ് ആ സെഷൻ ഉണ്ടാവുക. അത് രണ്ടാമത്തെ സെഷൻ അതാണ്. അപ്പോൾ അതാണ് ആ ദിവസത്തിൻ്റെ ബാക്കി. പിന്നെ അങ്ങോട്ട് താഴേക്ക് പോകുമ്പോൾ നമ്മളുടെ സ്വന്തം ഒരുപാടുണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. പരിചയമുള്ള ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു പോകാമെന്നാണ്. ഓപ്പൺ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് 1 മണിക്ക് നമ്മളുടെ കൈപ്പള്ളിയും അതുപോലെ തന്നെ നമ്മളുടെ ഷാ ഡോക്ടറും അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ടുള്ള ഒരു ചർച്ച. കൈപ്പള്ളീന് പിന്നെ പറയാതെ തന്നെ അറിയാലോ, നമ്മളുടെ സാറ്റർഡേ ലൈവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുള്ളതായിരിക്കും കൈപ്പള്ളി. അങ്ങനെ ഓരോരോ ചർച്ചകൾ. പിന്നെ അതിൽ ചില ഡിബേറ്റ്സ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ഭീതി ദിവസം അനുസ്മരിക്കണോ എന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിൽ ഒരു സംവാദം. അത് ശ്രീത്ത് പണിക്കരുമായിട്ടാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാർട്ടീഷൻ അതിൻ്റെ റിമംബറൻസ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ അടുത്തൊരു വിവാദമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഒരു സംവാദം അവിടെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് പങ്കെടുക്കാം, കാണാം. അതുപോലെ തന്നെ നമ്മൾ അഭിലാഷും അതുപോലെ നമ്മളുടെ അഡ്വക്കേറ്റ് നമ്മൾ അഡ്വക്കേറ്റ് പുള്ളിയും കൂടിയിട്ടുള്ള ഒരു സംവാദമാണ്. ജയശങ്കർ, മതവും ജാതിയും പഞ്ചായത്ത് മുതൽ UN വരെ എന്ന ഒരു വിഷയത്തിലുള്ള ഒരു ഐഡിയാസ് ഇൻ കൊളീഷൻ എന്ന് പറയുന്ന ഒരു ചർച്ച. പിന്നെ നമ്മളുടെ രസികൻ ആയിട്ടുള്ള പിഷാരടിയുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് നമ്മളുടെ പ്രവീൺ രവി അറിയാമായിരിക്കും, നമ്മുടെ ചാനലിലൊക്കെ പലപ്പോഴും വന്നിട്ടുള്ളതാണ്. പിന്നെ വീണ്ടും RCയും പിന്നെ എൻ്റെ സ്ഥിരം വേട്ടമൃഗമായിരുന്ന നമ്മൾ BN ഹസ്കറുമായിട്ട് ഗസയിൽ വംശഹത്യയോ എന്ന വിഷയത്തിൽ ഇതാണ് അടുത്തൊരു ചർച്ച വരുന്നത്. ഹസ്കറിനെ എനിക്ക് കിട്ടാതെ പോയതിൽ വലിയ വിഷമമുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, തസ്ലീമ നസ്രിൻ കേരളത്തിലേക്ക് വരുന്നു. ഈ ഒരു പരിപാടിയിലേക്കാണ് വരുന്നത്. ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് സ്വതന്ത്ര ഇന്ത്യ മേഖലയിൽ, അല്ലെങ്കിൽ ആ ഒരു ഏത്തീസം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നൽകിയിട്ടുള്ള എല്ലാ സംഗതികളും പരിഗണിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടി ഒരു അവാർഡ് തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഏറ്റുവാങ്ങാൻ വേണ്ടി തസ്ലീമ നസ്രീനും വരുന്നു എന്നാണ് അറിയുന്നത്. അതോടൊപ്പം നമ്മളും ഉണ്ട് കേട്ടോ. ബെസ്റ്റ് ഫ്രീ തിങ്കർ അവാർഡ്. അതുകൂടാതെ മറ്റു പല സുഹൃത്തുക്കൾക്കും ഉണ്ട്, യങ് ഫ്രീ തിങ്കറായിട്ടും അങ്ങനെയൊക്കെ പല കാറ്റഗറിയിലായിട്ട് അവാർഡ് ഉണ്ട്. അതിലൊന്ന് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് അവിടെ ഏറ്റുവാങ്ങാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ദ വേൾഡ്സ് ബിഗ്ഗസ്റ്റ് ഏത്തീസ്റ്റ് മീറ്റ് എന്ന് പറയുന്നത് അത് ചെറിയൊരു സംഗതിയല്ല, അതൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്ന സംഗതിയല്ല, അതൊരു യാഥാർത്ഥ്യം കൂടിയാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാ അതിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ അതിൻ്റെ വ്യാപ്തിയും പിന്നെ ഇത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റും എല്ലാം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ 2019 ശേഷം നമ്മൾ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ലിറ്റ്മസ്, അതിൽ രാഹുൽ ഈശ്വറിനോട് നമ്മൾ നേരിട്ട് ചോദിക്കുന്നുണ്ട്, കേരളത്തിൽ ഇപ്പോൾ എത്ര സിംഹവാലം കുരങ്ങന്മാർ ഏകദേശം കാണും എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു അപ്പോളജിയൊക്കെ പറയുന്നത് ഓർക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, ടു കംപ്ലീറ്റ് എ സർക്കിൾ എന്ന് പറയുന്നത്, അത് നമ്മളുടെ ഒരു ദുശീലമാണോ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ചിന്തിക്കാം. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സൂക്കേടുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കിടക്കുക, അതങ്ങ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഒരു ക്ലോഷർ ഇഷ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴൊന്നുമില്ല, ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ട്. അതിൽപ്പെട്ടൊരു സാധനമാണ്. കാരണം നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്നു, ഇതൊക്കെ കാണാനും പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയത്ത് 2 സംഗതികളാണ് നമ്മളെ മനസ്സിൽ ഉടക്കിയത്. ഒന്ന്, ഇപ്പോൾ ഇതുപോലെയുള്ള വേദികളിലൊക്കെ നിന്നിട്ട് RC ഒക്കെ സംസാരിക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളന്നൊരു വളരെ എന്താ പറയുക, പിച്ച വെച്ച് നടക്കുന്നൊരു ചങ്ങാതി. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ്, നമുക്കും ഇതേപോലെയൊക്കെ പറയാൻ പറ്റുന്നൊരു സമയം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെ പറയാൻ നമുക്കും പറ്റുമോ, ഇതെങ്ങനെയായിരിക്കും സാധിക്കുക എന്ന് അന്ന് ചിന്തിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണോ, ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെ പഠിക്കാനും, ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബോധ്യങ്ങൾ, അത് പുതിയ ആശയങ്ങൾ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും കാണാപ്പാടം നോക്കിയിട്ട് പറയുന്ന പോലെ അല്ലല്ലോ ഈ കാര്യങ്ങൾ. നമ്മളുടേതായിട്ടുള്ള ഒരു പ്രോസസ്സിങ് കൂടി നടത്തിയിട്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ആളുകൾ ചെറിയൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ChatGPT ഉപയോഗിക്കുന്നത് വലിയ പ്രശ്നമാണ് എന്നാണ് പൊതുവേ ആളുകൾ പറയാറുള്ളത്. പക്ഷേ ഞാനെപ്പോഴും മനസ്സിലാക്കുന്നത്, നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ChatGPT ഇട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ അതൊരു പുതിയ പ്രൊഡക്റ്റായിട്ട് മാറ്റിയെടുക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് നമുക്കൊക്കെ അതിനകത്ത് കിട്ടുന്ന എന്താ പറയുക, ഒരു കിക്കാണ് ആ സംഗതി എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേറൊരാളോടും ചോദിച്ചിട്ടോ മനസ്സിലാക്കിയാലോ പറഞ്ഞോ ഒന്നും കിട്ടാത്തൊരു സാധനം ChatGPTയിലിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ ഏത് തന്നെ ടൂൾസ് ആയാലും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പുതിയൊരു സാധനം കിട്ടും. ഇതാണ് നമ്മൾ കാണുന്നത്. അത് പുതിയ സംഗതികളായിരിക്കും, പഴയതൊന്നും ആയിരിക്കില്ല. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുന്ന പോലെയൊന്നും കിട്ടില്ല ഈ സാധനം. ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കണം. അത് അങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ആവാലോ, ഈ ഒരു ആംഗിൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ലോങ് ഡിസ്കഷനൊക്കെ നടത്തി കഴിയുമ്പോഴാണ് ഒരു ഫൈനൽ സാധനം കിട്ടുക. അതിനൊരു ഉദാഹരണമായിരുന്നു, ഇപ്പോൾ വയലൻസ് പ്രൊപ്പൻസിറ്റി സ്കോർ നമ്മളുണ്ടാക്കി. അപ്പോൾ ഉടനെ തന്നെ ആളുകൾ എന്താ ചെയ്തത്, ആ ചിത്രം ഉടനെ തിരിച്ചിട്ടിട്ട് ഈ സ്കോർ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് കാണുന്നത്.
അപ്പോൾ നമ്മളെങ്ങനെയാണ് ആ സ്കോറിലേക്ക് എത്തുന്നത് എന്നുള്ളത് മൊത്തം അവിടെ മാറ്റി വെച്ചിട്ട് ഈ സ്കോർ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനിരിക്കുന്ന ആളാണോ? അല്ലല്ലോ. അതിനെന്താണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നത് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ചാറ്റ് ജി പി ടി റോൾ എന്ന് പോലും മനസ്സിലാക്കാത്ത കുറേ ആളുകൾ ഇതിനെ ആ രീതിയിൽ തെറ്റിദ്ധരിക്കുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ പറയുന്നത് ഇങ്ങനെ നമ്മൾ പുതിയ പുതിയ സംഗതികൾ ഉണ്ടാക്കുക, ആശയങ്ങൾ ഉണ്ടാക്കുക, പറയുക, ആ രീതിയിലേക്ക് പോകുന്നൊരു നിലയിൽ നമുക്കൊക്കെ എത്താൻ കഴിയുമോ എന്ന് ഒരു ചിന്ത ഒരു കാലത്ത് വന്നതാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവരൊന്നും വലിയ ആളുകളൊന്നുമില്ല, ഇവർക്ക് ആളുകൾ വരാത്തതിൻ്റെ പ്രശ്നമാണ്, സിംഹമാലം കുരങ്ങന്മാരെക്കാൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്ഥാനത്ത് നിന്നിട്ട് പറയുമ്പോൾ ഞാൻ അന്ന് ആലോചിച്ചതാണ്, കുറവ് ആളുകൾ ഉള്ള ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് വസ്തുതയാണെങ്കിൽ അത് കുറച്ചാളുകളാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും വസ്തുതയല്ലാതെ ആകുമോ എന്നതായിരുന്നു നമ്മുടെ മനസ്സിൽ വന്നൊരു ചിന്ത. അപ്പോൾ ഇന്നിപ്പോൾ സത്യത്തിൽ ഒരുപാട് ആളുകൾ ഇത് പറയുന്നു എന്ന് വരുമ്പോൾ ഈ ഒരു ചിന്ത നമ്മൾ തിരിഞ്ഞു കൊത്തുന്നുണ്ട്. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരികയാണ്. അതായത് പറയുന്നത് പരമാവധി വസ്തുതയായിരിക്കണം, അത് തെറ്റാതെ നോക്കണം എന്നുള്ള ഒരു നിർബന്ധം നമുക്ക് വരികയാണ്. അതാണ് അതിൽ നമുക്ക് ആകെ കൂടി എടുക്കാൻ കഴിയുന്നൊരു കാര്യമുള്ളൂ. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഈ ഒരു വിഷയം വരുന്നതും ഇതൊരു ഒരു കംപ്ലീഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതും. അവിടെയാണ് നമ്മൾ സ്വയം അത് വർക്ക് ചെയ്ത് ഇതുപോലെ പറയാൻ സാധിക്കുന്ന മേഖലകളിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വർക്ക് ചെയ്ത് അത് ആദ്യം ഹോമിയോയിൽ തുടങ്ങുന്നു, പിന്നെ മതത്തിലേക്ക് കടക്കുന്നു, പിന്നെ കുറേശ്ശെ പൊളിറ്റിക്സിലേക്ക് വരുന്നു. അങ്ങനെ നമ്മളത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ വളർന്ന് വരുന്ന ഒരു പിച്ച വെച്ച് നടക്കുന്ന ഒരാളും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാലും ഒരുപാട് ആളുകളും ഒരുപാട് ഒപ്പീനിയൻ പറയുന്നതും ബ്രെയിൻ സ്റ്റോം ചെയ്യാനൊക്കെ ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ട്, സുഹൃത്തുക്കളായിട്ടുള്ളതുകൊണ്ട്, ആ ഒരു നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാകുന്നു എന്നത് തന്നെയാണ്. അങ്ങനെ ഒരു നെറ്റ്വർക്ക് കണ്ടെത്താൻ സമാന ചിന്താഗതിക്കാരും അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് അപ്പാടെ വിഴുങ്ങുമെന്നല്ല ചെയ്യുന്നത്, നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന പോലും ആളുകൾ ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ ഇത് കൂടുതൽ നമുക്ക് സ്ഫുടം ചെയ്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഞാൻ എപ്പോഴും ആളുകൾ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് എസെൻസോളിയാണ് എന്നൊക്കെ പറയും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ നെറ്റ്വർക്കിലേക്ക് വരിക, ഈ ഒരു ചിന്തയിൽ നിങ്ങൾ പെട്ട് കഴിയുമ്പോൾ നിങ്ങളെ ചലഞ്ച് ചെയ്യാനുള്ള ആളുകൾ പോലും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരു എസെൻസോളി ആകുന്നതാണ് സത്യത്തിൽ നല്ലത് എന്ന് നിങ്ങൾക്ക് പിടികിട്ടും. അതാണ് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയും. ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, നമ്മൾ ജബ്ബാർ മാഷ് ഇട്ട ഒരു പോസ്റ്റുമായി കണക്ട് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ, അതിലൊരു വാചകം, ഓൾ മുസ്ലിംസ് ആർ പൊട്ടൻഷ്യൽ ജിഹാദി എന്ന് നമ്മൾ പറയുമ്പോൾ അത് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ മാഷ് പറഞ്ഞു വെക്കുന്നത് കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് ഇതേ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തന്നെയാണ് എന്ന് നമ്മളൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എസെൻസിനകത്ത് തന്നെയുള്ളൊരു സുഹൃത്താണ് നമ്മളോട് വന്ന് പറയുന്നത്, എന്നാലും എനിക്ക് അതിനോട് യോജിപ്പില്ല എന്ന് പറയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാവണമെന്നില്ലല്ലോ. ഇത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ എല്ലാവരും എല്ലാത്തിനോടും ഒരേപോലെ യോജിക്കുക എന്ന് പറയുന്നത് എവിടെയും നടക്കുന്ന കാര്യമില്ല. 100% യോജിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അവിടെ യോജിപ്പുകളും വിയോജിപ്പുകളും ഉണ്ടാവും. പക്ഷേ അവിടെ നമ്മളൊരു ബാലൻസ് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് വിയോജിക്കുന്നു, എന്തുകൊണ്ട് യോജിക്കുന്നു, നമ്മളുടെ ഭാഗം നമ്മൾ പറയുന്നു, എന്നിട്ട് നമ്മളത് ഒരു റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നോക്കി മുന്നോട്ട് പോവുക. ഇതാണ് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്തു വരുന്നത്. അവിടെ നമ്മൾ അപ്പോഴും കുഴിച്ചു മൂടാത്ത ഒരേ ഒരു സാധനം ഫാക്റ്റിനെ കുഴിച്ചു മൂടുന്നില്ല എന്നത് തന്നെയാണ്. അവിടെ നമ്മളത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ പോലുമുള്ള ഹെൽത്തി ഡിസ്കഷന് പോലും സാധ്യമാകുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മ, ഒരു നെറ്റ്വർക്കിംഗ്, അത് നിങ്ങൾക്ക് എസെൻസിനകത്ത് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് എനിക്കിതിനകത്തൊരു വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ അതിനെ ആ രീതിയിൽ തന്നെയാണ് നമ്മളതിനെ എടുക്കുന്നത്. പുറത്ത് ആ രീതിയിൽ കണ്ടില്ല. വളരെ ചുരുക്കം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കായിരിക്കും KYS എന്ന് പറയുന്നത്. കുറച്ചെങ്കിലും ആ ഒരു മെച്യൂരിറ്റി കാണിച്ചിട്ടുള്ള മറ്റൊരു സംഘടന ഇവിടെ ഉണ്ടെങ്കിൽ KYS ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതിനകത്തുള്ള ചില ആളുകൾ ഇതേപോലെ നമ്മളോട് സംസാരിക്കുകയും വിയോജിപ്പുകൾ പറയും, യോജിപ്പുകൾ സംസാരിക്കും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി. വളരെ മുതിർന്ന ആളുകളാണ്, എല്ലാവരോടും ഉണ്ട് എന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ വേണ്ടപ്പെട്ട ചില ആളുകൾ അവരിതേപോലെ നമ്മളെ ചലഞ്ച് ചെയ്യുകയും നമ്മളോട് സംസാരിക്കുകയും യോജിപ്പുള്ള അത് ഓക്കെയാണ്, അത് ശരിയാണ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് യോജിപ്പില്ല എന്ന് പറയും. അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു മേഖലയിലാണ് ഇതുപോലെയുള്ള സംഘടനകൾ അവിടെ വ്യത്യസ്തമാകുന്നത്. അവിടെയാണ് എസെൻസിനെ പോലെയുള്ള സംഘടനകൾ കൂടുതൽ യുവാക്കളിലേക്കും കൂടി ഒരു വ്യാപിക്കുന്ന നിലയിലേക്ക് വരുമ്പോൾ അവിടെ കൂടുതൽ ഒരു റെലവൻ്റ് ആകുന്നത് എന്നാണ് അവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഏതായാലും എസെൻസിൻ്റെ ലിറ്റ്മസ് എന്ന് പറയുന്ന 25 കടക്കുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മളിവിടെ കേട്ടു. അത് കഴിയുന്നത്ര ആളുകൾ നേരിട്ട് വന്ന് പങ്കെടുത്ത്, നിങ്ങൾ ഇത് കേൾക്കാനിപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ, അതിപ്പോൾ ഓൺലൈനിൽ എന്തായാലും നിങ്ങൾ യൂട്യൂബിലൂടെ അപ്പോൾ കേൾക്കാലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അതിനൊന്നും നമ്മളൊന്നും പറയുന്നില്ല. പക്ഷേ ഇത് വരിക, അതുപോലെ തന്നെ ആ ഒരു ഓളം അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ആരവം അത് നിങ്ങൾ നേരിട്ട് കാണുക എന്നുള്ളത് അതൊരു ഒന്നൊന്നര സംഭവം തന്നെയാണെന്നാണ് ഞാൻ പറയാം. അത് സിംഹവാലൻ കുരങ്ങന്മാർ എത്രത്തോളം ഇവിടെ വർദ്ധിച്ചിരിക്കുന്നു എന്നത് നേരിട്ട് കാണാൻ സാധിച്ചാൽ അതൊരു വലിയൊരു കാഴ്ച, ഒരു പൂരം തന്നെയാണ്, കാണാൻ പാകത്തിനുള്ളൊരു പൂരമാണ്, വലിപ്പമുള്ള പൂരം തന്നെയാണ് എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അത്
ഒന്ന് ഇവിടെ പറയുകയാണ്. പിന്നെ ഇതിൻ്റെ പ്രചരണാർത്ഥം ലിറ്റ്മസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ കേർട്ടൺ റൈസേഴ്സ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഓർമ്മയുണ്ടാവും. നമ്മൾ പലപ്പോഴും നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബ്രെയിൻ സർജറി. അപ്പോൾ ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞുകൊണ്ട് നടു റോട്ടിലേക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടാ എന്ന് പറയാറുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതേപോലെ അങ്ങ് എടുത്തിട്ട് നമ്മൾ നടു റോട്ടിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ നടു റോട്ടിലേക്ക് നമ്മൾ വരുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ വരുന്നു, പല ആളുകളും ഇറങ്ങുന്നു. അങ്ങനെ ഏറ്റവും ആദ്യം നടു റോട്ടിലേക്ക് ഇറങ്ങിയ 2 ആൾക്കാരാണ് നമ്മളുടെ ചന്ദ്രശേഖരും രാകേഷ് ഡോക്ടറും. വിഷയം ഹോമിയോപ്പതി ശാസ്ത്രീയമോ. അപ്പോൾ സംഭവം എന്താ ഉണ്ടായത്? ധൈര്യമുണ്ടെങ്കിൽ നടു റോട്ടിലേക്ക് ഇറങ്ങടാ എന്ന് പറഞ്ഞ ഹോമിയോക്കാർ ഇവർ നടു റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ പരിപാടി അവർ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അത് അവിടെ ബാൻ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കി. അതായത് ഹോമിയോ ബ്ലാസ്ഫമി അവർ ആരോപിച്ചുകൊണ്ട് ആ പരിപാടി ക്യാൻസൽ ചെയ്യിച്ചു. ഇതാണ് ഉണ്ടായത്. മൈക്ക് നിഷേധിക്കുക, അതല്ലെങ്കിൽ വേദി നിഷേധിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കടന്നുകൊണ്ട് ഹോമിയോ മതനിന്ദ ആരോപിച്ചുകൊണ്ട് ഈ പരിപാടി ക്യാൻസൽ ചെയ്യിക്കുന്നു. അങ്ങനെ പിന്നീട് മറ്റൊരു വേദിയിൽ അതാക്കി അത് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇറക്കേണ്ടി വന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നടു റോട്ടിലേക്ക് ഇറങ്ങടാ എന്നൊക്കെ വെല്ലുവിളിക്കാനൊക്കെ ഉണ്ട്. അന്ന് നമ്മളിത് ഇറങ്ങിയിട്ടുണ്ടാ എന്ന് പറയുമ്പോൾ മറ്റേ സിനിമയിലുള്ള മാതിരി ഒരു തിരിഞ്ഞൊരോട്ടം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് എരവാദം, അല്ലെങ്കിൽ നിലവിളി, ഇതാണ് നമ്മൾ കാണുന്നത്. അത് ഹോമിയോക്കാർ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് ഒന്നാമത്തത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് സംഭവിക്കാനുള്ളത് ഈ വരുന്ന ശനിയാഴ്ച നമ്മളുടെ എറണാകുളത്ത് വെച്ചിട്ട് മറൈൻ ഡ്രൈവിൽ കേരളത്തിൽ ഇസ്ലാമോഫോബിയ ഉണ്ടോ എന്ന ചോദ്യത്തിൽ ഒരു നടു റോട്ടിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. സെപ്റ്റംബർ 27-നാണ്, വൈകിട്ടാണ് പരിപാടി. പിന്നെ അതുകൂടാതെ നമ്മളുടെ 28-ന് RCയുടെ രവിചന്ദ്രൻ്റെ തന്നെ മറൈൻ ഡ്രൈവിൽ തന്നെ വെച്ചിട്ട് ജ്യോതിഷം തട്ടിപ്പോ എന്ന വിഷയത്തിൽ, ഇനി ഹിന്ദു മതത്തെ വിമർശിച്ചില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട, നടു റോട്ടിലാണ് ഹിന്ദുമതം. ഓക്കെ, അപ്പോൾ ചോദ്യം ചോദിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളായിട്ട് പറയാനൊക്കെ ഉള്ള ആളുകൾക്ക് നേരിട്ട് ചെല്ലാം, നേരിട്ട് കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയാം എന്ന് തന്നെയാണ് അവിടെ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ സെപ്റ്റംബർ 28-നാണ്. പിന്നെ അതുകൂടാതെ വീണ്ടും ഞാൻ ഒക്ടോബർ 4-ന് കോഴിക്കോട് വെച്ചിട്ട് ഗാസ യുദ്ധത്തിന് കാരണം മതമാണോ എന്ന ചോദ്യം, അതുമായിട്ട് നമ്മൾ കോഴിക്കോട് നടു റോട്ടിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. കോഴിക്കോട് ബീച്ചിലാണെന്ന് മാത്രം, അവിടെയും നമ്മളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വരാം, നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഇതാണ് നമ്മൾ പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആ ടീം, നമ്മളുടെ കൈപ്പള്ളിയും ഷായും അതുപോലെ തന്നെ മനോജ്, അതായത് മനോജിനൊരു പേരുണ്ടല്ലോ, എന്താണ് എന്തോ ഒരു സിനിമയിലൊരു ക്യാരക്ടറിൻ്റെ പേരിടാറുണ്ട്. ബദൽ ചികിത്സകൾ അപകടമോ എന്ന വിഷയത്തിലാണ്, ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി. പിന്നെ നമ്മളുടെ ജോസഫ് മാഷുമായിട്ട് ഒരു ചർച്ച ഇതേപോലെ തന്നെ, അത് ഒക്ടോബർ 5-നാണ്. അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ട് വാസ്കോഡ് ഗാമ സ്ക്വയറിൽ. മതവികാരം വ്രണപ്പെടുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ജോസഫ് മാഷ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ല. ആ പരിപാടി അത് ഫോർട്ട് കൊച്ചിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് നേരിട്ട് തന്നെ വരാം, നേരിട്ട് ചോദിക്കാം, സംസാരിക്കാം. അതിനുള്ള വേദിയാണ് ഈ പറയുന്ന രീതിയിൽ ഒരുക്കി തരുന്നത്. നടു റോട്ടിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത്. ഇനി ആരും വന്നില്ല, പറഞ്ഞില്ല, കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. നടു റോട്ടിലാണ്. നടു റോട്ടിലേക്ക് നിങ്ങൾക്ക് വരാം, നേരിട്ട് സംസാരിക്കാം. ആ അവസരം നിങ്ങൾ ഉപയോഗിക്കുക, ഇനി പാഴാക്കരുത്. എപ്പോഴും ഈ നടു റോട്ടിലേക്ക് ഇറങ്ങൽ എളുപ്പമല്ല, കാരണം വളരെ അൾട്രാ വയലറ്റ് രശ്മികൾ കൂടുതലാണ്, സൺബേൺ അടിക്കും, ചൊറിഞ്ഞു പൊട്ടും, അതുകൊണ്ടാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വരിക, എന്നിട്ട് സംസാരിക്കുക. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ ഉണ്ട്. QR കോഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്ര ആളുകൾ വരാൻ തന്നെ ശ്രമിക്കുക, രജിസ്റ്റർ ചെയ്തുകൊണ്ട്. വരാൻ സാധിക്കാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുകൊണ്ടാണെങ്കിൽ പോലും ഇതിലേക്ക് സപ്പോർട്ട് ചെയ്യുക, ഒരു ചെറിയൊരു സംഭാവനയായിട്ടാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. അതുമല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്കൊക്കെ ടിക്കറ്റ് സ്പോൺസർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടൊക്കെ വരാൻ സാധിക്കാത്തുള്ള ആളുകളൊക്കെ കാണും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് സ്പോൺസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളാലാവുന്ന രീതിയിൽ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ആയിട്ടാണെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് നിങ്ങളിത് രജിസ്റ്റർ ചെയ്തും അതുപോലെ ഡൊണേഷൻസ് വഴിയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത്. വിളിക്കാനുള്ള നമ്പർ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ്. യെസ്, ഹലോ. ആരിഫ്, ശ്രീജിത്താണ്. ശ്രീജിത്ത് പറയൂ. യെസ്, ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, ഉണ്ടാവല്ലോ. ഈ എസൻസിന്റെ ഏറ്റവും വലിയൊരു പ്രസക്തി എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഒരു ഡിബേറ്റിന്റെ ഒരു സംസ്കാരം നമുക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്ത് വിശ്വാസമായാലും അത് ചൊറിഞ്ഞു പൊട്ടുമ്പോ എതിര് പറയുന്നതിനെ കയറി ആക്രമിക്കുക. ഇനി ഒരു ജോസഫ് മാഷ് ഇവിടെ ഉണ്ടാവില്ല. അതുപോലുള്ള രീതിയിൽ എസൻസ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നമുക്ക് എത്ര വിയോജിപ്പുണ്ടെങ്കിലും അത് ഡിബേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യുക, തെളിവുകൾ ഉണ്ടാക്കുക, തെളിവുകൾ പ്രസന്റ് ചെയ്യുക. ആ ഒരു കൾച്ചർ ഭംഗിയായിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമായി. എനിവേ, ഞാൻ എസൻസിന്റെ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും. ചില ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഡിങ്ക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ
അടുത്ത ഒരു 2 വർഷം കഴിഞ്ഞിട്ടുള്ള എസൻസിന്റെ ഫുൾ ചെലവ് ഞാൻ ചിലപ്പോൾ സ്പോൺസർ ചെയ്തെന്നിരിക്കും. ഇത്രയ്ക്ക് അഹങ്കാരമൊക്കെ ഉണ്ടോ? അല്ല, ഈ പൂരം കാവടി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കാശ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ഈ സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ സാറേ. അല്ല, ഇതായിട്ടല്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ, ഞാൻ പ്ലാൻ ചെയ്ത മാതിരി നടക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു താല്പര്യമുണ്ട് അങ്ങനെ ചെയ്യണം. ശരി, അപ്പൊ എസൻസിന്റെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, നിങ്ങളെ ചിലപ്പോ വളഞ്ഞിട്ട് പിടിക്കും. അല്ല, അത് കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഈ നാട്ടില് പൂരം കാവടി എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് കൊടുക്കുന്നില്ല. ഇതാണ് മനുഷ്യർ ഉപകാരമുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ. അതാണ് ഞാൻ നോക്കുന്നത്. ഇപ്പൊ പുള്ളി അതിലൊരു ഇതിൽ എൻഗേജ്ഡ് ആണ്. അപ്പൊ അത് മര്യാദയ്ക്ക് നടക്കുകയാണെങ്കിൽ അത് ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലെല്ലാം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണം, സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് വേണം. ഞാൻ എപ്പോഴും പറയാം, ആളുകൾ അത് ഒരു കുറവാണ്, അതില്ല എന്നതിൻ്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളാലാകുന്ന സഹായം എന്ന് പറയുമ്പോൾ അത് സാമ്പത്തികമായ സഹായം മാത്രമല്ല, ഒരു ഏറ്റവും മിനിമം ഈ പോസ്റ്ററുകൾ നിങ്ങൾ വാട്സപ്പിലൊന്ന് സ്റ്റാറ്റസ് ഇടുക, അതല്ലെങ്കിൽ ഒരു ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരാളെങ്കിലും വന്ന് ഇതൊന്ന് കണ്ട് ഇതിലെ ഈ ഒരു സാധനം നിങ്ങൾ കൊണ്ട് നടക്കുന്ന, ചിലപ്പോൾ നിങ്ങൾ വലിയൊരു ഡിപ്രഷനിലൊക്കെ നടക്കുന്ന ആളുകളായിരിക്കും, ഈ സംഗതിയിലൂടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക. ഈ പറയുന്ന പഠിച്ചോ നമ്മളെ സഹായിച്ചില്ലല്ലോ, പഠിച്ചത് മുഴുവൻ തെറ്റായി പോയല്ലോ, കോഗ്നിറ്റീവ് ഡിസോണൻസിലൂടെ പോകുന്ന ആളുകൾ, അങ്ങനെ പല പല രീതിയിൽ. അപ്പോൾ ഇതൊരു മനുഷ്യന്മാരെ അവരുടെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പറയുന്നത്. അപ്പം അതിൽ സാമ്പത്തികം മാത്രമല്ല ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് ചെറുതല്ല എന്നത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ഈ പറഞ്ഞ ഈ വെച്ച ഓഫർ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സംഗതി തന്നെയാണ്. ആ ഒരു ഇതിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഓർഗനൈസേഴ്സ് അത് ആ സീരിയസ്നെസ്സിൽ എടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ സമയമാകുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യാം, അപ്പോൾ അത് അവരെ നമുക്ക് അറിയിക്കാം. ബിസിനസ് പ്ലാൻസ് ഉണ്ട്, അത് മര്യാദയ്ക്ക് പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അത് ഭംഗിയായി കഴിഞ്ഞാൽ ഓക്കെ, അത് ഞാൻ നോക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അത് ചെയ്യണം എന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഈ ആനയെ തല്ലുന്ന പൂരവും കുറെ കള്ളും കുടിച്ചുള്ളതൊക്കെ അവിടെ മാത്രം പോരല്ലോ നമുക്ക്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കുറച്ച് ഇതായിട്ടുള്ള കാര്യങ്ങളും വേണ്ടേ. ഏതായാലും നിങ്ങൾ പറഞ്ഞ ആ ഒരു അഭിപ്രായം വളരെ വാലിഡ് ആണ്. ഈ ഒരു സംവാദത്തിന്റെ സംസ്കാരം കൊണ്ടുവന്നു എന്ന ഒരു കാര്യം എതിരഭിപ്രായമുള്ള ആളുകളോട് നമ്മൾ പറയുന്നു, സംസാരിക്കുന്നു, അതിനുള്ള വേദിയാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു മികച്ച കാര്യം തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു കണ്ടെത്തൽ അത് വളരെ വിലപ്പെട്ടതാണ്. എനിക്ക് വളരെ ഇതാണ് അത്. ഇനിയൊരു ജോസഫ് മാഷ് ഇവിടെ ആവർത്തിക്കില്ല, അതാ ഞാൻ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇനി ആൾക്കാർക്കൊന്ന് കൈയുറയ്ക്കും ഇത് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. താങ്ക് യു. ഹലോ. ഹായ് ആരിഫ്, എന്റെ പേര് മിനി. മിനി, പറഞ്ഞോളൂ. മിനി, ഞാൻ റെഗുലർ ആയിട്ട് ആരിഫിന്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നതാണ്. ഇതില് എന്താണ് നമ്മുടെ ലിറ്റ്മസിലെ ലാസ്റ്റ് 2 years ആയിട്ട് വരുന്നുണ്ട്. ഞാനൊരു ഹൗസ് വൈഫാണ്. ഓക്കെ, എന്താണ് എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇത് ഞാൻ ക്ലബ് ഹൗസിൽ സ്ഥിരമായിട്ട് കൈപ്പള്ളി എന്താണ് ഇവരുടെയൊക്കെ ടീമില് സ്ഥിരം കേൾക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ലിറ്റ്മസിലേക്ക് വന്നത്. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു സുഖം ഉണ്ടാക്കി തന്ന ഒരു ഗ്രൂപ്പാണ് ഈ എന്താണ് ലിറ്റ്മസും. പിന്നെ അതിനോട് റിലേറ്റഡ് അത് പറഞ്ഞ എന്താ അതെന്താണെന്ന് വെച്ചാല് നമുക്ക് ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ പണ്ടേ ഒരു എത്തീസ്റ്റ് ആയിരുന്നു, പക്ഷെ എത്തീസം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അതിനു വേണ്ട ആ ഒരു ധൈര്യം വേണമല്ലോ. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പ് അന്നേ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും. അപ്പൊ ഞാൻ എത്ര ബുദ്ധിമുട്ടിയായാലും ഞാൻ ലാസ്റ്റ് 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. പിന്നെ ഇതിന് ഈ വർഷവും ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്തായാലും പോവും. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന കോൺട്രിബ്യൂഷൻ ഞാൻ കൊടുക്കാറുണ്ട്. അതിനു മുൻപേ ഞാൻ കണ്ണൂരാണ്. കണ്ണൂരാണ്. അപ്പം വെരി വെരി താങ്ക്സ്. എന്നുവെച്ചാൽ നിങ്ങളെ ഹോൾ ടീം ചെയ്യുന്ന ആ ഒരു എന്താ പറയാ, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അതിന്റെ ഒരു വില അറിയില്ലെങ്കിലും എന്നെ പോലെയുള്ള ഭയങ്കരാണ്. എനിക്ക് ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് എനിക്ക് ഒരു മോളും ഗ്രാൻഡ് ചിൽഡ്രനും ഉണ്ട്. അവരുമായിട്ടുള്ള ആ ഒരു അവരെന്നോട് ചോദിക്കുമ്പോൾ ആ ഒരു എന്താ പറയാ കുട്ടികൾ എസ്പെഷ്യലി യങ് ജനറേഷൻ, ഇപ്പം നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ എല്ലാം ആ ഒരു ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു നോളജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ആ ഒരു ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ നിങ്ങളെ എന്താണ് ലെറ്റ് എവിഡൻസ് ലീഡ് പറഞ്ഞ ആ ഒരു ഇതൊക്കെ നമുക്ക് കുട്ടികളെ
എന്നുവെച്ചാൽ എന്റെ കൊച്ചുമക്കൾക്കും കൂടി അറിയാം ലിറ്റ്മസ് പറഞ്ഞാൽ എന്താണ്. ഓ അത് ശരി. ലെറ്റ് ഓക്കെ. എവിഡൻസ് ലീഡ് കൊച്ചുമക്കളൊക്കെ പറയുന്നുണ്ടെന്നാ പറയുന്നത്. ആ ഉണ്ട് 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 ഉണ്ട്. എന്നുവെച്ചാൽ അവർക്ക് എന്റെ ഡിങ്ക എവിടെ വരെ എത്തി കാര്യങ്ങൾ. അപ്പൊ അത് ആ ഒരു സന്തോഷം ഞാൻ എനിക്ക് വിളിച്ചിട്ട് കിട്ടുന്നതന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. താങ്ക് യു വെരി മച്ച്. യെസ്. അപ്പൊ എന്തായാലും നിങ്ങളെ അതെ നേരിട്ട് വരാം. ഫുൾ സപ്പോർട്ട്. ഓക്കെ. യെസ്. യാ യാ ഓക്കെ. യാ താങ്ക് യു സോ കാണാം മച്ച്. കാണാം. കാണാം. താങ്ക് യു ആരിഫ്. യാ ബൈ. യെസ് ബൈ. താങ്ക് യു. യെസ്. കൊച്ചുമക്കളൊക്കെ ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നുള്ള അവസ്ഥ. ഓ എനിക്ക് ആലോചിച്ചൂടെ. അമ്മയെ നാരായണ എന്നൊക്കെ പറഞ്ഞായിരുന്നു പണ്ട് പിള്ളേർ നടന്നിരുന്നത്. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെയായി. യെസ് കൊള്ളാം. പുതിയ പുതിയ മാറ്റങ്ങൾ, പുതിയ പുതിയ കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. യെസ്. ഒരു കോളും കൂടി എടുത്തിട്ട് നമുക്ക് ഹലോ. യെസ് ഹലോ. ഹലോ. ആ പറഞ്ഞോളൂ. ആരാണ്? ഹലോ, ഗുഡ് ഈവനിങ് മിസ്റ്റർ ആരിഫ്. എന്റെ Yeah, പേര് good evening. പത്മനാഭനാണ്, കണ്ണൂരിലാണ്. കണ്ടുവരുന്നത്. ആക്ച്വലി ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കോളിംഗിൽ വിളിച്ചിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ ബെസ്റ്റ് വിഷസ് ടു ലിറ്റ്മസ്. ഓക്കെ താങ്ക് യു. എനിക്ക് ഒരു കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്. ലൈക്ക് ലിറ്റ്മസിനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഞാൻ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാനൊരു ബിലീവറാണ് എന്നുള്ള കാര്യം തന്നെ. പക്ഷെ ഈ ലിറ്റ്മസ് എപ്പോഴും വരുന്ന സമയത്തും ഞങ്ങളെപ്പോലുള്ള ഞങ്ങൾക്കും ഞങ്ങളുടേതായ ഒരു ഫോക്കസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളുടെ ഫോക്കസിൽ ഉണ്ടാകുന്ന ഒരു ചർച്ചയെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചർച്ച എന്ന് വെച്ചാല് നമുക്ക് എപ്പോഴും രവി മാഷ് വേഴ്സസ് ജബ്ബാർ മാഷ്. സോ ഈ ഒരു പറഞ്ഞിട്ടുള്ള പ്രോബ്ലം, ഈ ഒരു രണ്ട് ടീം ഞാൻ എന്നെ തന്നെ എപ്പോഴും കാണുന്നത്, നിങ്ങള് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൂട്ടിമുട്ടുന്ന രണ്ട് ആട്ടുകുട്ടികൾ, ഞാൻ അതിൽ നിന്നും ഇറ്റ് വീഴുന്ന രക്തം നക്കി കുടിക്കാൻ വന്നിരുന്ന ഒരു ചെന്നായ. അപ്പോൾ ആ രക്തം നക്കി കുടിച്ച് വേണം ഞങ്ങൾക്ക് കൊടുക്കാൻ. ഐ മീൻ അതിന്റെ ഒരു പ്ലീസ് ടേക്ക് ഇറ്റ് ആസ് എ ഫണ്ണിയർ പാർട്ട്. പക്ഷെ ആ ഒരു കാര്യം ആക്ച്വലി വളരെ ഒരു നെഗറ്റീവായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങള് ലിയാഖത്തുമായിട്ടുള്ള ഒരു ഇത് കണ്ടു, ലൈക്ക് ഒരു ഓപ്പൺ ഇതാണ്, എന്നെ പ്ലീസ് അൺസ്ക്രൈബ് മീ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആക്ച്വലി ഹി ആക്ച്വലി ഗോട്ട് മെനി പീപ്പിൾ അൺസ്ക്രൈബ്, ഓൾമോസ്റ്റ് 1,500 പീപ്പിൾ ഗോട്ട് അൺസ്ക്രൈബ്. പക്ഷെ അത് ഓക്കെ, അത് പക്ഷെ ആ ഒരു അതിന് അത് കൊടുക്കുന്ന ഒരു ഒരു സീൻ എന്ന് പറയുന്നത് ഒരു ബോത്ത് ആർ പ്രൊമോട്ടിങ് എത്തിസം, ബോത്ത് പ്രൊമോട്ട് എത്തിസം. പക്ഷെ ഇത് നമ്മൾ ശാക്തയന്മാര് വൈഷ്ണവന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ചീത്ത വിളിക്കുന്നത് പോലെ നിങ്ങളെ ജബ്ബാർ മാഷ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഒരു ചീത്ത വിളി എന്നുള്ള നോട്ട് ലിറ്ററലി ബട്ട് ആ ഒരു ടോണിലേക്ക് അത് വരുന്നുണ്ട്, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് സൈൻ. കാരണം ഞാൻ ഐ ഓൾവേസ് റെസ്പെക്ട് പീപ്പിൾ ഓഫ് എത്തിസം സെയിം വേ ഐ റെസ്പെക്ട് ദ പീപ്പിൾ ഓഫ് അതർ റിലീജിയൻ. അതെപ്പോഴും ഉണ്ട്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു പോയിന്റ് ഔട്ട് ലിറ്റ്മസിന്റെ ഭാവങ്ങൾ എല്ലാം ഉണ്ട്. ഈ പോസിബിൾ ആയി ഡെഫിനറ്റ്ലി കം. കണ്ണൂര്, കോഴിക്കോട് ആ ഭാഗങ്ങളൊക്കെ വന്ന് കാണാറുമുണ്ട്. വെൽക്കം. Yeah, and welcome to Kannur. I heard that some 28 something Kannur ഉണ്ടെന്ന് കേട്ടു. Most probably I'll be coming there. ശരി. അപ്പോൾ ഇതിനൊരു റിപ്ലൈ ഉണ്ട്, അതും കൂടി കേൾക്കൂ. Yeah, please. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതാണല്ലോ നമ്മുടെ പ്രശ്നം. അപ്പോൾ അതൊരു റോങ് ആയിട്ടുള്ളൊരു ഒരു സിഗ്നൽ വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് എപ്പോഴാണ് റോങ് ആവുന്നത്? നിങ്ങളൊരു അഭിപ്രായം പറയുന്നു, വേറൊരാൾ അതിന് മറുപടിയായിട്ട് മറ്റൊരു അഭിപ്രായം പറയുന്നു, അത് തെറ്റാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് തെറ്റാണ് എന്ന് പറയുന്നത് തെറ്റാണോ? ആ ഒരു സംഗതി കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് വരെ കുഴപ്പമില്ല. അപ്പൊ ഇത് എപ്പോഴാണ് കുഴപ്പമാകുന്നത്? ഇതിൽ വ്യക്തി അധിക്ഷേപത്തിലേക്ക് കിടക്കുമ്പോഴല്ലേ? ഇതിലാരാ വ്യക്തി അധിക്ഷേപം നടത്തുന്നത്? ഇതിലാരാണ് വ്യക്തി അധിക്ഷേപം നടത്തുന്നത്? നമ്മൾ ഈ പറയുന്ന ലിറ്റ്മസിന്റെ എസൻസിന്റെ ഭാഗത്തു നിന്നാണോ? ഇപ്പൊ ലിയാഖത്തുമായിട്ടുള്ള വിഷയം പറഞ്ഞു, ഞാൻ അവിടെ ഒരു വ്യക്തി അധിക്ഷേപം ഞാൻ നടത്തിയോ? ഇപ്പൊ ജബ്ബാർ മാഷിന്റെ പേര് പറഞ്ഞു, ജബ്ബാർ മാഷിക്കെതിരെ ഒരു വ്യക്തി അധിക്ഷേപം എന്ന നിലയ്ക്ക് ജബ്ബാർ മാഷ് വല്ല സുഡാപ്പിയാണെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഈ എസൻസിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. കേൾക്കില്ല, നിങ്ങൾ കേൾക്കില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയട്ടെ. അപ്പൊ അതായത് ഇപ്പൊ ലിയാഖത്തിനെതിരെയാണെങ്കിലും നമ്മൾ ലിയാഖത്ത് പറഞ്ഞ വിഷയത്തിന്റെ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ലിയാഖത്ത് നടത്തിയ ക്യാൻസൽ കൾച്ചർ, ലിയാഖത്ത് നടത്തുന്ന മോറൽ ഗ്രാൻഡ് സ്റ്റാൻഡിങ്, ലിയാഖത്ത് നടത്തുന്ന തെറ്റായിട്ടുള്ള ചില ഇപ്പം ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്ന തരത്തിലുള്ള ചില അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. ഇത് പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതിന്റെ റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് മോശമായി പോകുന്നതിന് നമ്മൾ ഉത്തരവാദികളാവുന്ന എങ്ങനെയാ? അത് അവരല്ലേ ശരിയാക്കേണ്ടത്.
അപ്പൊ അല്ല ഞാൻ ഒരാളെ സിംഗിൾ ഹാൻഡായിട്ട് പറഞ്ഞതല്ല. മനസ്സിലായി. അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണം. ഒരു അഭിപ്രായം അങ്ങോട്ട് പറയും. ഇപ്പം ഞാൻ പറയുന്നു ഈ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകും എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് വളരെ നിരാശാജനകമാണ്. അത് എല്ലാ എക്സ് മുസ്ലിങ്ങളെയും ഒരു സംശയത്തിൻ്റെ മുനയിൽ നിർത്തുന്നതിന് തുല്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിനല്ലേ അഡ്രസ്സ് ചെയ്യേണ്ടത്? അതിന് പകരം ആരിഫ് സംഖ്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അത് ഇതിനുള്ള ഉത്തരവാകുമോ? അപ്പോൾ ആ ഒരു ക്ലാരിറ്റി അവർക്കില്ല, ആ ഒരു അപ്രോച്ച് അവർക്കില്ല. അത് അവരുടെ പ്രശ്നമാണ്. അത് അവർ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ. അതിനെ നമ്മൾ എക്സ്പോസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. നമ്മളപ്പോഴും ഇത്ര നേരം ഇത്ര നാളത് സംഭവിച്ചിട്ടും ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ അത്തരത്തിൽ ഒരു പേഴ്സണൽ അറ്റാക്കിങ് നമ്മൾ നടത്തിയിട്ടില്ലെന്നേ. നിങ്ങൾക്ക് ഒരെണ്ണെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ആ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളത് പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന എസൻസിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ജബ്ബാർ മാഷയോ അല്ലെങ്കിൽ ആരെങ്കിലോ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിട്ടില്ല. കാണുന്നത് മുഴുവൻ മാഷ് പറഞ്ഞതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറയും, ഇല്ലെങ്കിൽ മിണ്ടില്ല, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ വിശ്വനാഥൻ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞു അതിലെ കാര്യമുണ്ടെങ്കിൽ പറയും, അതിനകത്തുള്ള വിമർശനങ്ങളുണ്ടെങ്കിൽ അത് പറയും. അതല്ലാതെ ഇതിനകത്ത് മാഷ് ഇന്ന പോലെയാണ് അല്ലെങ്കിൽ ഇന്ന പോലെ എന്താണ് മറ്റെന്തെങ്കിലും ചാപ്പയടിച്ചുകൊണ്ട് അതിനെ ഒതുക്കുന്ന രീതിയല്ല നമ്മളിവിടെ കാണുക. അതല്ല നമ്മുടെ ശീലം എന്നാണ് നമ്മൾ ഈ പറഞ്ഞത്. എനിക്ക് എൻ്റെ കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, നമ്മളൊരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പാണെന്ന് നമ്മൾ പറയും. അതിനെ അങ്ങനെ നമ്മൾ ആ ഒരു ആംഗിളിൽ അതിനെ കണ്ട് അതിനെ ഗണ്ണിക്കാൻ കഴിയുമെങ്കിൽ അത് ഗണ്ണിക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അത് ചെയ്യാതെ പോകുന്നതിൻ്റെ പഴി നമുക്കല്ല വേണ്ടത്, അത് അവർക്കാണ് കിട്ടേണ്ടത്. സോ ഞാൻ ഇതേ കാര്യം നിങ്ങളുടെ സർക്കിൾസിൽ ഭാഗത്ത് പറയുന്നത് പോലെ തന്നെ അവരുടെ ഭാഗത്തും ഇതേ കാര്യങ്ങൾ പറയാറുണ്ട്. അല്ല, അവർ ചെയ്യുന്നത് കാണട്ടെന്നേ. ഇപ്പോൾ നിങ്ങൾ തന്നെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ലിയാക്കത്തിൻ്റെ ആ ഒരു ഉദാഹരണം നമ്മളിവിടെ എടുത്തത്. ഇത്രയും വിഷയങ്ങൾ അവിടെ നമ്മൾ ഉന്നയിച്ചിട്ട് ഒരെണ്ണമെങ്കിൽ ആരിഫ് ചെയ്തതിലെ പ്രശ്നം ഇന്നതാണ് എന്നവിടെ പറയുന്നത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. പകരം നമ്മളോട് മറ്റേ എന്താണ് സിലിക്കോൺ പാവ വേണമെങ്കിൽ ഉപയോഗിച്ചോന്നല്ലേ പറയുന്നത്. ഇങ്ങനെയാണോ ഉത്തരം വരേണ്ടത്? അല്ലെങ്കിൽ സംഘി ചാപ്പ അടിച്ചോ, അങ്ങനെയല്ലേ അതിനെ ഒതുക്കുന്നത്? സംഘി ഫണ്ട് വാങ്ങിച്ചു അല്ലെങ്കിൽ സംഘി പിന്തുണ കൊണ്ടുവന്നു, ഇങ്ങനെയുള്ള ഉണ്ടയില്ലാ വെടികൾ വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ വലിയ ഗ്രാൻഡ് സ്റ്റാൻഡിംഗ് ഒക്കെ നടത്തി അവസാനത്തെ അല്ല വാങ്ങിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ. ഇത് ഒരു ആരോപണം വെക്കുമ്പോൾ അത് തെളിയിക്കാൻ പറ്റുന്നതായിരിക്കണം. വസ്തുതകളല്ലേ പറയേണ്ടത്. വെറുതെ നമ്മൾ ഇതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്തെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ നമ്മൾ പറയുമ്പോൾ അത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. വഴി കൂടെ പോകുന്ന ആളുകൾ പറയുന്ന പോലെ അല്ല ഇതുപോലുള്ള ആളുകൾ പറയുമ്പോൾ അത് കൃത്യമായിട്ടുള്ള വസ്തുതയായിരിക്കണം. ഇവിടെ നമ്മളെ പ്രശ്നം എങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ട് ആൾക്കാർ പറയുമ്പോൾ അതാണ് എനിക്ക് നമുക്കിപ്പോൾ സിമ്പിളായിട്ട് ലിയാക്കത്ത് സുഡാപ്പിയാണെന്ന് പറഞ്ഞിട്ട് വേണേൽ എനിക്ക് മുങ്ങാം. അങ്ങനെയാണോ നമ്മൾ ചെയ്തത്? അല്ലല്ലോ, നമ്മൾ ചെയ്തിട്ടില്ല. അത് കാര്യമില്ല എന്ന് മാത്രമല്ല, അതല്ല അതിൻ്റെ രീതി. അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, വെൽക്കം ടു കണ്ണൂർ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.